അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നോർത്ത് ഇന്ത്യൻ മുസ്ലിം ചരിത്രത്തിലെ സുപ്രധാന ചരിത്ര നിമിഷമാണ് ഔറംഗസേബ് ആലംഗീറിൻ്റെ ഭരണകാലഘട്ടം. ഒരുപക്ഷെ ഇന്ത്യൻ മുസ്ലിം ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വില്ലനാക്കപ്പെട്ട, ഏറ്റവും കൂടുതൽ ഭീകരവൽക്കരിക്കപ്പെട്ട ഒരു ഭരണമുണ്ടെങ്കിൽ അത് ഔറംഗസേബിൻ്റെതാവണം. പൊതുവേ മുസ്ലിം ഭരണകൂടം, ഭരണകാലഘട്ടം, ഭരണകർത്താക്കൾ എല്ലാം ഒരു വിദേശീയരുടെ അതിക്രമങ്ങളുടെ, ഭീകരരുടെ ഭരണകാലഘട്ടം എന്ന രീതിയിലാണ് പൊതുവേ നമ്മൾ ചരിത്ര ഗ്രന്ഥങ്ങളൊക്കെ കാണുന്നത്. അതല്ല, ഇനി ഏതെങ്കിലും ഒരു ഭരണകർത്താവിനെ കുറച്ച് പുകഴ്ത്തി പറയുന്നുണ്ടെങ്കിൽ അയാൾ ഒരുപക്ഷെ അയാളുടെ ജീവിതത്തിൽ മുസ്ലിം സമൂഹത്തോട് നല്ലൊരു അതിക്രമം ചെയ്തതിൻ്റെയും ഫലവും കൂടി ഉണ്ടാവണം. കാരണം പൊതുവേ ഇന്ത്യൻ ചരിത്ര രചനകൾ നമുക്കറിയാവുന്നതുപോലെ കൊളോണിയൽ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ടതാണ് പ്രധാനമായി. അത് ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിലെ ആവട്ടെ, അല്ലെങ്കിൽ പിന്നീട് അതിനുശേഷമുള്ള, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെയുള്ള ഒരു ബ്രാഹ്മണിക്കൽ ചരിത്ര, ഒരു ഹിസ്റ്റോറിക്കൽ നരേഷൻ്റെ ഭാഗവും ആവട്ടെ, മുസ്ലിങ്ങളെ പൊതുവെ ആ ഒരു വിലനൈസ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലെ ഭരണകാലഘട്ടത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വിപ്ലവാത്മകമായ സമീപനങ്ങൾ സ്വീകരിച്ചവരിൽ രണ്ട് പേരാണ് ഔറംഗസേബും മറ്റൊന്ന് ടിപ്പു സുൽത്താനും. അതുകൊണ്ട് തന്നെ ഈ രണ്ട് പേരെയും ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഹിന്ദു വിരുദ്ധരായും അക്രമികാരികളായും ഭീകരരായും ഫനാറ്റിക്, ലൂനാറ്റിക്, ടെററിസ്റ്റ് എന്നൊക്കെ തരത്തിലുള്ള പലതരം പദപ്രയോഗങ്ങൾ ഇന്ത്യൻ ചരിത്ര രചനകളിൽ ഇവരെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ നമുക്ക് കാണാം. ആ ഒരു പശ്ചാത്തലവും കൂടി നമ്മുടെ ഈ ഒരു വിഷയത്തിലുണ്ട്. ഔറംഗസേബ് എന്നത് ഹിന്ദുക്കളെ മാസായിക്കൊണ്ട് തന്നെ, അതായത് ഒരു കൂട്ടത്തോടു കൂടി ഹിന്ദുക്കളെ കൺവേർട്ട് ചെയ്ത ഒരാൾ. അതുപോലെ തന്നെ അവരിൽ സാമ്പത്തികമായ, സാമൂഹികമായ, സാംസ്കാരികമായ, മതപരമായ, രാഷ്ട്രീയമായ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ശക്തമായ അധികാരം ഉപയോഗിച്ച് പ്രയാസപ്പെടുത്തിയ ആൾ. അവരുടെ ആഘോഷങ്ങളിലും ചിന്തകളിലും പ്രവർത്തനങ്ങളിലും എല്ലാം ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കിയ ആൾ. അങ്ങനെ ഒരു ഏകദേശം 50 വർഷക്കാലത്തിലധികമെങ്കിലും ഭരിച്ച ഒരാൾ ഇങ്ങനെ ഒരു വലിയ ഒരു പ്രശ്നഭരിതമായ, അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡായ, അല്ലെങ്കിൽ കോൺട്രവേഴ്സ്യലായ, വിവാദപരമാക്കി മാറ്റിയ ഒരു ജീവിതമാണ് ഔറംഗസേബ് ആലംഗീറിനുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മുടെ ഈ നോർത്ത് ഇന്ത്യൻ മുസ്ലിം ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു ചരിത്ര പുരുഷൻ എന്ന നിലയിൽ ഔറംഗസേബിൻ്റെ വിഷയത്തെക്കുറിച്ച് പ്രാധാന്യമേറുന്നത്. ആദ്യമേ തന്നെ നമുക്കറിയാം, അദ്ദേഹം 1658 മുതൽ 1707 വരെയുള്ള കാലഘട്ടങ്ങളാണ് അദ്ദേഹം ഭരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇദ്ദേഹത്തിൻ്റെ ഒരു ഭരണകാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇദ്ദേഹത്തിന് മുമ്പ് 1526 മുതൽ ഇതുവരെയുള്ള ഒരു കാലഘട്ടവും 1658 വരെയുള്ള കാലഘട്ടവും, അതുപോലെ തന്നെ 1707 മുതൽ 1857 വരെയുള്ള കാലഘട്ടം, ഏകദേശം 150 വർഷത്തിൻ്റെ ഡിഫറൻസ് രണ്ട് പക്ഷത്തും നമുക്ക് കാണാം. ആ ഒരു കാലഘട്ടത്തിൻ്റെ ഇടയിലാണ് 50-ലധികം വർഷം ഇദ്ദേഹം ഭരിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തെ മുഗൾ ഭരണകാലഘട്ടത്തിൻ്റെ സുപ്രധാനമായ നിമിഷങ്ങളായി പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. ചില പണ്ഡിതന്മാർ, ഈ സതീഷ് ചന്ദ്ര അടക്കമുള്ള നിരവധി പണ്ഡിതന്മാർ മുഗൾ കാലഘട്ടത്തിൻ്റെ പതനത്തിൻ്റെ തുടക്കം തുടങ്ങുന്നത് ഔറംഗസേബിൻ്റെ അവസാന കാലഘട്ടം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണത്തോടു കൂടിയിട്ടാണ് എന്ന് വിശദീകരിക്കുന്നത് കാണാം. കാരണം അത്രത്തോളം ഔറംഗസേബിൻ്റെ ഭരണകാലഘട്ടം ഇന്ത്യൻ മുസ്ലിം ചരിത്രത്തിലോ, അല്ലെങ്കിൽ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലെ മുസ്ലിം സൽത്തനത്തിലുള്ള ചരിത്രത്തിൽ സുപ്രധാനമായ നിമിഷമാണ്. ഔറംഗസേബിൻ്റെ മുഴുവൻ പേര് അബു മുസഫർ മുഹ്യുദ്ദീൻ ഔറംഗസേബ് എന്നാണ്. നവംബർ 1618 3-ാം തീയതിയാണ് അദ്ദേഹം ജനിക്കുന്നത്. ഷാജഹാൻ്റെയും നമുക്കെല്ലാവർക്കും അറിയാവുന്ന മുംതാസ് മഹലിൻ്റെയും പുത്രനായിട്ടാണ് ഇവർ ജനിക്കുന്നത്. സ്വാഭാവികമായും എല്ലാവരെയും പോലെ തന്നെ കൊട്ടാരത്തിൽ വളരുകയും കൊട്ടാരത്തിൻ്റെ എല്ലാ പരിലാളനകളും ഏറ്റുകൊണ്ടും ആഡംബരത്തിലും ജീവിച്ചുകൊണ്ടും ഒരു യുവരാജായി വളരുന്ന ഒരു രാജകുമാരൻ എന്ന നിലയിലാണ് നമുക്ക് ഔറംഗസേബിൻ്റെ ചരിത്രത്തെ കാണുവാൻ കഴിയുന്നത്. എന്നാൽ ഔറംഗസേബിനെയും ബാക്കിയുള്ള സഹോദരന്മാർ, അതായത് ദാരാ ഷിക്കാവ്,
ഷൂജ, മുറാദ് അടക്കമുള്ള സഹോദരന്മാരിൽ നിന്ന് ഔറംഗസേബിനെ വ്യത്യസ്തമാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭരണപരിചയം അല്ലെങ്കിൽ ഭരണ മേഖലയിലുള്ള അദ്ദേഹത്തിൻ്റെ പാടവം, വൈജ്ഞാനിക മേഖലയിലുള്ള പാടവം, സൈനിക മിലിറ്ററി ജനറൽ ആവാൻ കഴിയുന്ന അദ്ദേഹത്തിൻ്റെ കഴിവ്, ഗവർണർ അധികാരമേൽപ്പിക്കുമ്പോൾ അതിനെ സുന്ദരമായി കൊണ്ടു നടത്താനുള്ള അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യം, അങ്ങനെയുള്ള വിവിധ മേഖലകളിൽ ബാക്കിയുള്ള സഹോദരന്മാരിൽ നിന്നും ഔറംഗസേബ് വ്യത്യസ്തനാവുന്നതായി നമുക്ക് ചരിത്രത്തിൽ കാണാം. ഔറംഗസേബിൻ്റെ ഒരു ഭരണകാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ ഒരു ഭരണകാലഘട്ടം എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു കണ്ടംപററി യൂറോപ്പിൻ്റെ ഒരു പകുതിയിലധികമെങ്കിലും അദ്ദേഹം ഭരിച്ചിരുന്നു എന്നാണ്. അതുമാത്രമല്ല, അന്നത്തെ ആർമി ഏഷ്യയിലെ മുഗളിൻ്റെയും മുഴുവൻ ഭാഗത്തെയും കവർ ചെയ്യാൻ കഴിയുന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ വലിയൊരു സൈനിക, സാമ്പത്തിക, അതുപോലെ തന്നെ പ്രാദേശിക വിന്യാസം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഔറംഗസേബിൻ്റെ തന്നെ വ്യക്തി ജീവിതത്തിൽ ബാക്കിയുള്ളവരെക്കാളും, മുന്നിലുള്ളവരെക്കാളും, പിന്നീട് വന്നവരെക്കാളും പലപ്പോഴും വ്യക്തി ജീവിതത്തിൽ പരമാവധി ഒരു ശുദ്ധത സൂക്ഷിച്ചതായും നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. ആൽക്കഹോൾ, ഓപ്പിയം, മയക്കുമരുന്ന് പോലുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക, പ്രാർത്ഥിക്കുക, അതുപോലെ തന്നെ വിവിധ കാര്യങ്ങൾ. പ്രത്യേകിച്ച് ഔറംഗസേബിൻ്റെ ഭരണത്തിന് ശേഷമുള്ള ഭരണത്തിൻ്റെ ഒരു പകുതി ശേഷം അങ്ങോട്ട്, ഒരു 20 വർഷങ്ങൾക്ക് ശേഷം അങ്ങോട്ട് ഔറംഗസേബ് കൂടുതൽ ഭക്തനായി മാറുന്ന, ഒരു ശരീഅത്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഇസ്ലാമിക മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവിക്കുവാൻ താല്പര്യം കാണിക്കുന്ന ഒരു ഭരണകർത്താവായി മാറുന്നതും നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുകയും ചെയ്യുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നൗറൂസ് എന്ന് പറയുന്ന പേർഷ്യൻ ഒരു ആഘോഷ രീതികളുണ്ട്, അത് അദ്ദേഹം ഇല്ലാതാക്കിയെന്നും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ആചാരങ്ങളെയും ആഘോഷങ്ങളെയും അദ്ദേഹം കൺട്രോൾ ചെയ്യുന്നുമെന്നൊക്കെ പറയുന്ന ഒരുപാട് ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെയുണ്ട്. ശരിയാണ്, അദ്ദേഹം പലതും ചെയ്തു. പക്ഷേ ഔറംഗസേബ് ചെയ്തതെല്ലാം അത് ഏതെങ്കിലും ഒരു മതത്തിനെ മാത്രം കേന്ദ്രീകരിച്ചിട്ടുണ്ടല്ലോ. നൗറോസ് എന്ന് പറയുന്നത് പേർഷ്യൻ ഒരു ആഘോഷ ചടങ്ങ് രീതിയാണ്, അതിനെ കൺട്രോൾ ചെയ്യുക. അതുപോലെ തന്നെ ദീവാലിയും ഹോളിയും കൺട്രോൾ ചെയ്യുക, മുഹറം കൺട്രോൾ ചെയ്യുക, ഷിയ മുസ്ലിങ്ങളുടെ പ്രധാന ഒരു ആഘോഷ വേളയായ ദിനമായ മുഹറം പോലും കൺട്രോൾ ചെയ്യുന്ന, എന്ന് മാത്രമല്ല ഈദുൽ ഫിത്തറും ഈദുൽ അദ്ഹയെ പോലും കൺട്രോൾ ചെയ്യുന്ന തരത്തിലേക്ക് അദ്ദേഹം മാറി. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത് കൺട്രോൾ ചെയ്തത്? അദ്ദേഹത്തിൻ്റെ തന്നെ ഒരുപാട് കത്തിടപാടുകൾ നമുക്ക് കാണാം. അതിലും അത് പറയുന്നത് സോഷ്യൽ ലോ ആൻഡ് ഓർഡറിനെ കീപ്പ് ചെയ്യുക എന്നതുകൊണ്ട് ഒരു മതത്തിലും ഭേദം കൽപ്പിക്കാതെ എല്ലാവരെയും അദ്ദേഹത്തിൻ്റെ കൽപ്പന പ്രകാരം സോഷ്യലി കൺട്രോൾ ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറി. പക്ഷേ ഇതൊന്നും ചർച്ച ചെയ്യാതെ, മുഹറത്തിൻ്റെ കാര്യം ചർച്ച ചെയ്യാതെയോ അല്ലെങ്കിൽ ഈദുൽ ഫിത്തറോ അല്ലെങ്കിൽ ഈദുൽ അദ്ഹയുടെയോ കാര്യമോ ചർച്ച ചെയ്യാതെ അത് ഹിന്ദു ബാക്കിയുള്ള ഇതര മത സമൂഹങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങളെ അദ്ദേഹം കൂടുതൽ കൺട്രോൾ ചെയ്തു എന്ന തരത്തിലേക്കുള്ള ഒരു ചരിത്ര നിരീക്ഷണം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിഹത്യ ചെയ്യുന്നതിന് തുല്യമാണ് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരുപാട് കൺട്രോൾ ചെയ്തതിൽ ഒന്ന്, നാണയങ്ങളിൽ കലിമ തൊയ്യിബ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊക്കെ പറയുന്ന കലിമ തൊയ്യിബ എഴുതുന്നതിൽ പതിക്കുന്നതിൽ അദ്ദേഹം അത് വിലക്കി. എന്ന് മാത്രമല്ല, ഖുർആനിക ആയത്തുകൾ പതിക്കുന്നതിൽ വിലക്കി. അതിന് അദ്ദേഹം കാണുന്ന ഒരു ആശയം അദ്ദേഹം ഇങ്ങനെ ചെയ്യാനുള്ളൊരു കാരണമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് ആയത്തുകളോടുള്ള ഒരു അപമര്യാദയാണ് ഒന്ന്. രണ്ടാമത്, നോൺ മുസ്ലിം സമൂഹങ്ങൾ അവരെല്ലാവരും അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള മുഴുവൻ സബ്ജക്റ്റും ഒരുപോലെ ഉപയോഗിക്കുന്ന കറൻസിയിൽ ഒരു മതത്തിൻ്റെ വേദവാക്യങ്ങളും മറ്റും പതിക്കപ്പെടുമ്പോൾ അവർക്ക് അനുഭവിക്കുന്ന പ്രശ്നങ്ങളെയും കൂടി മുന്നിൽ കണ്ടുകൊണ്ട് അത് നിർത്തലാക്കുന്ന ചരിത്രത്തെ നമുക്ക് കാണുവാൻ കഴിയും. മുഹമ്മദ് റിയാസിൻ്റെയും അദ്ദേഹത്തിൻ്റെയും സുഹൃത്തുക്കളും കൂടി എഴുതിയ ഔറംഗസേബ് ആലംഗീർ ഓൺ ഇൻ്റർഫെയ്ത്ത് ഹാർമണി ആൻഡ് അനാലിസിസ് ഓഫ് ഒബ്ജക്ഷൻസ് എന്ന് പറയുന്ന സ്റ്റഡിയിൽ ഇത് കൂടുതൽ വിശദീകരിക്കുന്നത് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള വ്യക്തി ജീവിതങ്ങൾ, ഈ മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണമാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിലും അല്ലെങ്കിൽ ഭരണകാലഘട്ടത്തിലും അദ്ദേഹം നിർബന്ധപൂർവം ആൾക്കാരെ മതപരിവർത്തനം നടത്തി എന്നുള്ളത്. ചില ആയിരക്കണക്കിന് ആൾക്കാരെ മതപരിവർത്തനം നടത്തിയെന്നും അങ്ങനെ ഒരുപാട് കണക്കുകൾ നമുക്ക് ഇതിൽ പറയുന്നത് കാണുവാൻ കഴിയും. അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം ഒരിക്കലും അങ്ങനെ ചെയ്തിരുന്നില്ല എന്നുള്ളതാണ്. കാരണം
പ്രധാന ഇതിനൊക്കെ റെഫറൻസായിട്ട് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ചരിത്രകാരന്മാരാണ് LP ശർമ്മ, അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി ഓഫ് മിഡീവൽ ഇന്ത്യ എന്ന് പറയുന്ന രചന. അതുപോലെ തന്നെ ജാദുനാഥ് സർക്കാർ, ഔറംഗസേബിനെ കുറിച്ച് വാളിയംസ് കിതാബുകൾ എഴുതിയ ആളാണ് ജാദുനാഥ് സർക്കാർ, സർ ജാദുനാഥ് സർക്കാർ. അദ്ദേഹവും പോലും ചില കാര്യങ്ങളിൽ ജാദുനാഥ് സർക്കാരിനെയും ശർമ്മയും നമുക്ക് റെഫർ ചെയ്യാമെങ്കിൽ പോലും ഇവർ അവസാനം അവർക്ക് പലതരം റെഫറൻസ് ലഭിച്ചിട്ട് പോലും ഏറ്റവും അവസാനം ഔറംഗസേബ് എന്ന് പറയുന്ന ഒരു ഫനാറ്റിക് ആണ് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടാണ് അവസാനം അവരും സമർപ്പിക്കുന്നത്. ഒരുപാട് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുകയും അവരെ ഫോഴ്സ്ഫുള്ളി അധികാരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ കൺവേർട്ട് ചെയ്തു എന്നാണ് LP ശർമ്മ പറയുന്നത്. അതുപോലെ തന്നെ ജാദുനാഥ് സർക്കാരും ഹിസ്റ്ററി ഓഫ് ഔറംഗസേബ് എന്ന് പറയുന്ന രചനയിൽ ഹിന്ദുക്കളുടെ റിച്വൽസ് മുഴുവൻ അദ്ദേഹം ബാൻ ചെയ്യുകയും അവരുടെ ആഘോഷങ്ങൾ ഇല്ലാതാക്കുകയും അതുപോലെ തന്നെ ഒരുപാട് ഹിന്ദു പ്രൊട്ടസ്റ്റുകൾക്കെതിരെ തന്നെ ശക്തമായ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അവരെ ക്രഷ് ചെയ്യുകയും ചെയ്തു എന്നൊക്കെ പറയുന്ന ഒരു കാഴ്ചപ്പാട് ജാദുനാഥ് സർക്കാർ അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി ഓഫ് ഔറംഗസേബിൽ എഴുതുന്നുണ്ട്. പക്ഷേ ഇതൊക്കെയും പിന്നീട് വന്ന സ്റ്റഡികൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഫസ്റ്റ് ഹാൻഡ് ഇൻഫോർമേഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കാലത്തുള്ള വിവിധ തരത്തിലുള്ള കത്തുകളുടെ അദാബെ ആലംഗീരി ഉണ്ട്, അതുപോലെ തന്നെ വിവിധ ആലംഗീറുണ്ട്, അദ്ദേഹത്തിൻ്റെ കത്തുകളുടെ കളക്ഷൻ ഇപ്പോഴും നമുക്ക് ലഭ്യമാണ്. അതിൽ പോലും നമുക്ക് കാണുവാൻ കഴിയുന്ന അദ്ദേഹം അങ്ങനെയൊന്നും ചെയ്തിരുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹം മാസ് കൺവേർഷൻ, ഫോഴ്സ്ഫുൾ കൺവേർഷൻ ചെയ്തിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ മുസ്ലിങ്ങളെക്കാളും കൂടുതൽ അധികാരത്തിലുണ്ടായിരുന്ന ജാട്ട് അല്ലെങ്കിൽ മറാഠ പോലുള്ള വിവിധ ട്രൈബുകളിലെ ആൾക്കാർ കൂട്ടമായി ഇസ്ലാം സ്വീകരിക്കേണ്ടി വന്നിരുന്നേനെ. പക്ഷെ അവരൊന്നും ഇസ്ലാം സ്വീകരിച്ചിരുന്നില്ല. മുസ്ലിങ്ങളെക്കാളും തോതിൽ കൂടുതൽ അദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേഷനിൽ പോലും ഹിന്ദുക്കളായിരുന്നുവെന്നും അത് രജപുത്രന്മാരായിരുന്നുവെന്നും മറാഠികളായിരുന്നുവെന്നും മറ്റ് ചില വിവിധ ട്രൈബുകളും സെക്റ്റുകളും ആയിരുന്നുവെന്നും വിവിധ സ്റ്റഡികൾ നമുക്ക് കാണുവാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ തന്നെ പ്രധാനപ്പെട്ട സുഹൃത്തുക്കളും അല്ലെങ്കിൽ ഭരണ മേഖലയിലെ പ്രധാന സഹായികളായിരുന്ന രാജാ ജയ്സിംഗ്, അതുപോലെ തന്നെ മഹാരാജ ജസ്വന്ത് സിംഗ്, അങ്ങനെ നിരവധി രജപുത്രന്മാർ തന്നെയും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇവരാരും അദ്ദേഹത്തിൻ്റെ ഈ ത്രെഡ്, ഈ ഭീഷണി നേരിട്ടിട്ടില്ല. ആരെയും അദ്ദേഹം നിർബന്ധപൂർവ്വം ഇസ്ലാമിലേക്ക് വരണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ അതേ സമയം തന്നെ ആരെങ്കിലും ഇസ്ലാമിലേക്ക് വരുവാൻ താല്പര്യം പ്രകടിപ്പിക്കുകയാണെങ്കിൽ അവരെ അദ്ദേഹം ഹാർദവമായി സ്വാഗതം ചെയ്യുകയും അവർക്ക് വലിയ സമ്മാനങ്ങൾ കൊടുക്കുകയും ചെയ്യുമായിരുന്നു എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ പലർക്കും ഇസ്ലാം സ്വീകരിക്കാൻ താല്പര്യമുള്ളവർക്ക് അദ്ദേഹം തന്നെ ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് മുഹമ്മദ് റിയാസ് മഹ്മൂദ് അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിളിൽ സ്റ്റഡിയിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു രീതി. അതിൻ്റെ കൂടെ തന്നെ ഔറംഗസേബ് ചെയ്ത മറ്റു പല കാര്യങ്ങളും ഈ നേരത്തെ പറഞ്ഞല്ലോ പല ഫെസ്റ്റിവലും ഹിന്ദു മതസമൂഹത്തെ ഭൂരിപക്ഷം എന്ന നിലയിൽ ഒരുപാട് കൺട്രോൾ ചെയ്തുവെന്നും അവരെ സപ്രസ് ചെയ്തുവെന്നും എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട്. അതിനൊക്കെയും വളരെ ആരോപണങ്ങൾക്കെതിരെ ശക്തമായ മറുപടികൾ എഴുതിയ ആളാണ് സതീഷ് ചന്ദ്രയുടെ സ്റ്റഡികൾ. അതുപോലെ തന്നെ സതീഷ് ചന്ദ്രയുടെ കൾച്ചറൽ പൊളിറ്റിക്കൽ റോൾ ഓഫ് ഡൽഹി എന്ന് പറയുന്ന സ്റ്റഡീസ്, അദ്ദേഹത്തിൻ്റെ തന്നെ വേറെയും, അതായത് ഫ്രങ്കിൻബെർഗിൻ്റെ ഡൽഹി ത്രൂ ദ ഏജസ് എസ് ഇൻ അർബൻ ഹിസ്റ്ററി കൾച്ചറൽ സൊസൈറ്റി എന്ന് പറയുന്ന രചന, അതുപോലെ തന്നെ സതീഷ് ചന്ദ്രയുടെ തന്നെ പാർട്ടീസ് ആൻഡ് പൊളിറ്റിക്സ് അറ്റ് ദ മുഗൾ കോർട്ട് എന്ന് പറയുന്ന ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്ത രചന, ഇതിലെല്ലാം അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ മുഴുവനും പൊളിറ്റിക്കലി ഓറിയൻറ്റഡ് ആയിരുന്നുവെന്നും എല്ലാ മതങ്ങളെയും ഒരുപോലെയാണ് അദ്ദേഹം കണ്ടിരുന്നുവെന്നുമെല്ലാം അദ്ദേഹം കൂടുതൽ വിശദീകരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണമായിരുന്നു ഔറംഗസേബിൻ്റെ അതിമതകീയത. ഈ ലുനാറ്റിക് ഫനാറ്റിക്കായ ഒരു റിലീജിയസ് പേഴ്സൺ എന്ന നിലയിൽ ഔറംഗസേബ് മ്യൂസിക്കിനെ, സംഗീതത്തെ ഹറാമാക്കി കളഞ്ഞു, ബാൻ ചെയ്തു കളഞ്ഞു എന്നുള്ള വർത്തമാനം. യഥാർത്ഥത്തിൽ കാതറിൻ ബട്ടൽ ബ്രൗണിൻ്റെ പഠനത്തിൽ അവർ തന്നെയും ഡിഡ് ഔറംഗസേബ് ബാൻ മ്യൂസിക്, ക്വസ്റ്റ്യൻസ് ഫോർ ദ ഹിസ്റ്ററിയോഗ്രഫി ഓഫ് ഹിസ് റെയിൻ എന്ന് പറയുന്ന രചനയിൽ അവർ പ്രത്യേകം എടുത്തു പറയുന്ന ഒരു പോയിൻ്റുണ്ട്. ഔറംഗസേബ് അങ്ങനെ ചെയ്തതല്ല.
ഔറംഗസേബ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ പാട്ട് വേണ്ട എന്നുള്ളതായിരുന്നു ചെയ്തതെന്നും അതേസമയം തന്നെ അദ്ദേഹത്തിൻ്റെ പല ഡിപ്ലോമാറ്റ്സുകളും ബ്യൂറോക്രാറ്റ്സുകളും നോബിൾ പേഴ്സൺസും അവരവരുടെ സദസ്സുകളിൽ മ്യൂസിക്കും മറ്റു കാര്യങ്ങളും നടത്തിയിരുന്നുവെന്നും ചരിത്രത്തിൽ പറയുന്നതായി കാതറിൻ ബട്ട്ലർ ബ്രൗൺ പഠനത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതും കൂടാതെ ഔറംഗസേബ് പോലും ഒരുപാട് മ്യൂസിക്കിനെ കുറിച്ചുള്ള തിയറിറ്റിക്കൽ ഡിസ്കോഴ്സിൽ ഇടപെട്ടതായും ഈ ചരിത്രം പറയുന്നുണ്ട്. ഈ മ്യൂസിക്കിനെ കുറിച്ചുള്ള തിയറിറ്റിക്കൽ ഡിസ്കോഴ്സ് എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇസ്ലാമിക ചരിത്രത്തിലെ പണ്ഡിതന്മാരുടെയും ഭരണകർത്താക്കളുടെയും ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് വിഷയമായിരുന്നു. നമ്മൾ അത് ഫാറാബി മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഫാറാബി ഇബ്നു സീന, ഈവൻ ഇമാം ഗസാലിയുടെ രചനകൾ പോലും ഈ മ്യൂസിക്കിനെ കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. ഇമാം ഗസാലിയുടെ യഹ്യാ ഉലൂമുദ്ദീനും കീമിയാവ് സാദയും അതേപോലുള്ള രചനകൾ ഔറംഗസേബ് അദ്ദേഹത്തിൻ്റെ കത്തുകളിലും സംഭാഷണങ്ങളിലും നിരന്തരം ഉപയോഗിച്ചിരുന്നതായും പോലും പഠനങ്ങൾ നമുക്ക് കാണാം. എന്ന് മാത്രമല്ല, ഔറംഗസേബിൻ്റെ കത്തുകളിലും അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളിലെല്ലാം പ്രധാനപ്പെട്ട പേർഷ്യൻ, തുർക്കിഷ് കവികളായിരുന്ന സാദി ഷിറാസി, ഹാഫിസ് ഷിറാസി, മൗലാന റൂമി അടക്കമുള്ള പ്രമുഖരായ മധ്യകാലഘട്ടത്തിലെ കവികൾ അദ്ദേഹത്തിൻ്റെ ചർച്ചകളിലും സംസാരങ്ങളിലും കത്തുകളിലെയും പ്രധാന റെഫറൻസ് ആയിരുന്നുവെന്ന് സതീഷ് ചന്ദ്ര തന്നെ വിശദീകരിക്കുന്നത് കാണുവാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ റിലീജിയസ് പോളിസി ഓഫ് ഔറംഗസേബ് എന്ന് പറയുന്ന സ്റ്റഡിയിലും അതുപോലെ തന്നെ മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ബുക്കിലാണ് ഈ സ്റ്റഡി ഉള്ളത്. അതിൽ അദ്ദേഹം വിശദീകരിക്കുന്നത് കാണുവാൻ കഴിയും. എന്ന് മാത്രമല്ല, അദ്ദേഹം ഇങ്ങനെയുള്ളവർക്ക് കൂടുതൽ പാട്രണേജ് ചെയ്യുന്നത് കാര്യമായിട്ടും റിച്ചാർഡ് ഈറ്റൺ അദ്ദേഹത്തിൻ്റെ എസ്സേസ് ഓൺ ഇസ്ലാം ആൻഡ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന രചനയിൽ പറയുന്നുണ്ട്. ഇതൊക്കെ ഞാൻ വിശദീകരിക്കാൻ കാരണം ഔറംഗസേബ് എന്ന് പറയുന്ന അരസികനായ ഭീകരവാദിയായ ഭരണാധികാരിയായി ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യം കൂടിയിട്ടുണ്ട്. കവിതകളെയും പദ്യങ്ങളെയും ഗാനങ്ങളെയും സംഗീതത്തെ മുഴുവനും തള്ളിക്കളയുന്ന ഒരാളായി ഔറംഗസേബിനെ ചിത്രീകരിക്കുക എന്ന് വെച്ചാൽ അത് എത്രത്തോളം യഥാർത്ഥ ചരിത്രത്തിൽ നിന്നുള്ള ഒരു വക്രീകരണമായ അങ്ങനെ ഒരു മോശം ഇമേജാണ് രൂപപ്പെടുന്നത് എന്നത് അതിൻ്റെ ഒരു ഭാഗമായി നമ്മൾ മനസ്സിലാക്കണം. ഔറംഗസേബ് എന്തിനാണ് കുറച്ചും കൂടെ ഈ മ്യൂസിക് പോലുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിന്നാൽ പിന്നീട് നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ഔറംഗസേബ് എന്തുകൊണ്ടാണ് ഈ അധികാരത്തിലേക്ക് വരുന്നത്, എങ്ങനെയാണ് അധികാരത്തിലേക്ക് വരുന്നത്. നമുക്കറിയാം ഔറംഗസേബ് പ്രധാനമായും തൻ്റെ സഹോദരന്മാരുമായി, ഞാൻ സംസാരത്തിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ 1657-58 ആ ഒരു വർഷക്കാലഘട്ടം ഒരു സഹോദരന്മാർ തമ്മിലുള്ള ഒരു ഫൈറ്റിൻ്റെ കാലഘട്ടമാണ്. 58 പിന്നീട് അദ്ദേഹം ചക്രവർത്തിയായി അധികാരത്തിലേറുന്നത്. ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഔറംഗസേബ് തന്നെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹം പറയുന്നത് ലക്ഷൂറിയസ് ലൈഫ് ജീവിച്ചിരുന്ന എന്ന് മാത്രമല്ല ദാരാഷിക്കാവിനോട് വലിയ ഫേവറിറ്റിസം കാണിച്ച ഒരാളെന്ന നിലയിലും പല സമ്പത്തും ഖസാനയിലെ ട്രഷറിയിലെ നല്ല ശതമാനം സമ്പത്തും ദാരാഷിക്കാവിന് മാത്രം വകവെച്ച് കൊടുക്കുന്ന, അയാളിലേക്ക് അധികാരം കൊടുക്കുന്ന ഒരാളെന്ന നിലയിലും ആയതുകൊണ്ടും അങ്ങനെ ഒരു മതപരമായ പ്രശ്നവും കൂടി ഔറംഗസേബ് ഷാജഹാനെ അധികാരത്തിൽ നിന്ന് മാറ്റുന്നതിൽ കാണുന്നുണ്ട്. റീസ്റ്റോറിങ് പീസ് ആൻഡ് റൂൾ ഓഫ് ഇസ്ലാം എന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ ഔറംഗസേബ് ദാരാഷിക്കാവിനെയും മതപരമായ കാഴ്ചപ്പാടിൽ ദാരാഷിക്കോവ് തെറ്റുപറ്റിയെന്ന് പറയുന്ന ഒരു വീക്ഷണം പുലർത്തിയ ആളായിരുന്നു. വഹദത്തുൽ വജൂദ് പോലുള്ള അല്ലെങ്കിൽ അതിനേക്കാളും അപ്പുറം വേദാന്തങ്ങളെയും സംസ്കൃതം ഇന്ത്യയിലെ പലവിധ ടെക്സ്റ്റുകളെയും റിലീജിയസ് ടെക്സ്റ്റുകളെയും കുറിച്ച് ആഴത്തിൽ പണ്ഡിതനായിരുന്ന ദാരാഷിക്കാവിൻ്റെ ചിന്തയിൽ പോലും ഈ പ്രശ്നമുണ്ടായിരുന്നു എന്നും അതും കൂടിയാണ് ദാരാഷിക്കാവിനെ അധികാരത്തിൽ നിന്ന് മാറ്റുവാൻ കാരണമായിരുന്നു എന്ന് പോലും ചില ചരിത്ര നിരീക്ഷണങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഇതൊരു വീക്ഷണമാണെങ്കിൽ ഇതിനേക്കാളും അപ്പുറം മറ്റു പല കാരണങ്ങളിൽ കൂടി അതിൻ്റെ പുറകിലുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദാരാഷിക്കാവ്, ഷുജ, മുറാദ് ഈ 3 സഹോദരന്മാരെക്കാളും അന്നത്തെ ആ കൊട്ടാരത്തിലുണ്ടായിരുന്ന കണ്ടംപററികളായിരുന്ന പല എഴുത്തുകാരും പണ്ഡിതന്മാരും ഈവൻ യൂറോപ്യനിൽ നിന്നുള്ള പല യാത്രികർ പോലും അവരഭിപ്രായപ്പെട്ടിരുന്ന ഈ 3 സഹോദരന്മാരെക്കാളും ഭരണരംഗത്ത് മികച്ചു നിന്നത് അത് ഔറംഗസേബായിരുന്നു. ഏറ്റവും കൂടുതൽ വിവരമുണ്ടായിരുന്ന, ശക്തനായിരുന്ന, ധീരനായിരുന്ന, ഡിസിപ്ലിൻ ഉണ്ടായിരുന്ന, ഏറ്റവും നല്ല ഡിപ്ലോമാറ്റായിരുന്ന,
കാര്യങ്ങളെ നന്നായി കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുന്ന ദീർഘവീക്ഷണമുള്ള ഒരാളെന്ന നിലയിലാണ്, അതിൻ്റെ കൂടെ തന്നെ മിലിറ്ററി കപ്പാസിറ്റി നന്നായി സൂക്ഷിച്ച ഒരാളെന്ന നിലയിലും കൂടിയിട്ടാണ് ഷാജഹാനെ വിവിധ പണ്ഡിതന്മാർ അന്ന് മുഗൾ കാലഘട്ടത്തിൽ സന്ദർശിച്ചിരുന്ന യൂറോപ്യൻ സ്കോളേഴ്സ് പോലും പരിഗണിച്ചിരുന്നതെന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം. അത് ഓരോരുത്തരെ കുറിച്ച് പറയുന്നത്, ഷുജാ എന്ന് പറയുന്നത് ഇതേപോലെ കഴിവുള്ള ആളായിരുന്നു, പക്ഷേ ഔറംഗസേബിൻ്റെ അത്രയും ഭരണത്തിൽ സൂക്ഷ്മതയുള്ള ആളായിരുന്നില്ല. അതുപോലെ തന്നെ ഷുജയും മുറാദും പോലുള്ള ആൾക്കാർ ലക്ഷൂറിയസ് ലൈഫിലെ കൂടുതൽ താല്പര്യം കാണിച്ചപ്പോൾ ഔറംഗസേബ് അതിൽ നിന്ന് മാറി നിന്ന ആളാണ് എന്ന് നമുക്ക് ചരിത്ര പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാം. അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഔറംഗസേബിൻ്റെ ഫേവറിറ്റിസം വലിയൊരു വിഷയമായിരുന്നു. ഈ ഫേവറിറ്റിസം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുഗൾ കാലഘട്ടത്തിൻ്റെ സക്സഷൻ അധികാരാരോഹണത്തിൽ പ്രത്യേക നിയമങ്ങൾ ഉണ്ടായിരുന്നില്ല. ഏറ്റവും കൂടുതൽ ഏബിൾ ആരായിരുന്നോ അവർ അധികാരത്തിൽ വരിക എന്നൊരു ഭരണരീതിയായിരുന്നു അവർ കൈക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഏബിൾ ആയിരുന്ന, കഴിവുണ്ടായിരുന്നത് ഔറംഗസേബ് ആയിരുന്നെങ്കിൽ പോലും ഷാജഹാൻ മൂത്ത മകനായ ദാരാഷുക്കാവിനോട് കൂടുതൽ ഫേവറിറ്റിസം കാണിച്ചത് ഈ ഒരു പരിണതിയിലേക്ക് കൊണ്ടെത്തിച്ചു എന്ന് ജാദ്നാഥ് സർക്കാർ തന്നെ, അതായത് ഔറംഗസേബിനെ ശക്തമായി എതിർക്കുന്ന ജാദ്നാഥ് സർക്കാർ തന്നെ ഔറംഗസേബിൻ്റെ ക്വാളിറ്റിയെ എഴുതുന്നതും നമുക്ക് കാണുവാൻ കഴിയും. അദ്ദേഹം തന്നെ പറയുന്നത്, ജഗന്നാഥ് സർക്കാരിൻ്റെ തന്നെ കാഴ്ചപ്പാടിൽ ഔറംഗസേബ് എന്ന് പറയുന്നത് ഏറ്റവും മോസ്റ്റ് ഡിസിപ്ലിൻഡായ ഒരു രാജകുമാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ തന്നെ പിതാമഹനായിരുന്ന ബാബറിനെ പോലെ എല്ലാ കാര്യത്തിലും, എഴുത്തിലും വാളിലും യുദ്ധത്തിലും ഒരുപോലെ കഴിവുണ്ടായിരുന്ന ആൾ. ഈ സൗത്ത് ഇന്ത്യയിലെ ഡെക്കാൻ മുതൽ അങ്ങ് കാന്തഹാർ വരെയുള്ള ഭാഗങ്ങളിൽ അധികാരം ഒരുപോലെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞ ആൾ. എന്നാൽ ദാരാഷുക്കാവ് ഷാജഹാൻ്റെ സ്നേഹത്താൽ മാത്രം വളർന്ന പരിലാളനയേറ്റ ഒരു കഥാപാത്രമായിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു പല ചരിത്രകാരന്മാരും ദാരാഷുക്കാവിനോട് ഈ ഒരു ഭരണ കൈകാര്യം ചെയ്യുന്നതിലെ എബിലിറ്റിയിൽ ദാരാഷുക്കാവ് യോഗ്യനായിരുന്നില്ല എന്ന് പോലും പറയുന്നത് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ ജഗന്നാഥ് സർക്കാർ തന്നെ പറയുന്നുണ്ട്, ഇയാൾ ഒരുപാട് കഴിവുള്ള ആളായിരുന്നു, പക്ഷേ ഭരണമേഖലയിൽ ഒരു പരാജയം തന്നെ ആയിരുന്നു. ഹി മസ്റ്റ് ഹാവ് ബീൻ ഫെയിലിയർ എന്നാണ് ജഗന്നാഥ് സർക്കാർ ദാരാഷുക്കാവിനെ കുറിച്ച് തന്നെ പറയുന്നത്. അതേസമയം തന്നെ ഔറംഗസേബിനെ ഷാജഹാൻ പല ഘട്ടങ്ങളിലും അവഗണിക്കുകയും പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തതായും ഒരുപാട് ചരിത്രങ്ങൾ സതീഷ് ചന്ദ്ര തന്നെ വിശദീകരിക്കുന്നുണ്ട്. പലപ്പോഴും എന്തെങ്കിലും അദ്ദേഹം ഭരിക്കുന്ന മുൾത്താൻ പോലുള്ള, അല്ലെങ്കിൽ പലപ്പോഴും കാണ്ഡഹാർ, ഡെക്കാൻ പല ഭാഗങ്ങളിലേക്കും സൈന്യമായി പോയിട്ട് വരുമ്പോൾ, സൈന്യം ആവശ്യപ്പെടുമ്പോൾ അതിനെ പരിഹസിച്ച് തള്ളുന്ന, അതായത് ആക്ഷേപിക്കുന്ന, വഴക്ക് പറയുന്ന ഒരു പിതാവെന്ന നിലയിലാണ്. പലപ്പോഴും ഔറംഗസേബിൻ്റെ സഹായാഭ്യർത്ഥന തള്ളിക്കളയുന്നത് അത് ദാരാഷുക്കാവിൻ്റെ പ്രേരണ മൂലമായിട്ടാണ് ഈ സതീഷ് ചന്ദ്രയുള്ള ചരിത്രകാരന്മാർ വിശദീകരിക്കുന്നത്. അത്രത്തോളം ദാരാഷുക്കാവിന് ഔറംഗസേബിനോട് അസൂയ ഉണ്ടായിരുന്നു എന്നതായാണ് പറയുന്നത്. കാരണം അദ്ദേഹം എവിടെ ചെല്ലുന്നോ അവിടെയൊക്കെ വിജയമുണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവസാനം കാണ്ഡഹാറിലേക്ക് പോലും യുദ്ധവുമായി പോകുന്ന പശ്ചാത്തലത്തിൽ പോലും അവിടുന്ന് തിരിച്ചു വിളിക്കാൻ തന്നെ കാരണം, കാണ്ഡഹാർ കൂടുതൽ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ദാരാഷുക്കാവിനേക്കാളും വലിയൊരു സ്ഥാനം ഔറംഗസേബിന് മുഴുവൻ മുഗൾ ഡൈനാസ്റ്റിയിലും വന്നു ചേരും എന്നുള്ളൊരു ഭയം ദാരാഷുക്കാവിനുണ്ടായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ വിശദീകരിക്കുന്നത്. അതുതന്നെ ഇത് നോക്കുക, ഗോൽക്കൊണ്ട, നമ്മുടെ ഹൈദരാബാദ് ഭാഗത്തുള്ള ഗോൽക്കൊണ്ട, കുത്തുബ് ഷാഹി ഡൈനാസ്റ്റി, ആദിൽ ഷാഹി ഡൈനാസ്റ്റി ഭാഗങ്ങളൊക്കെയും കീഴടക്കാനുള്ള ഔറംഗസേബിന് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയൊക്കെ പോകുമ്പോഴും ഔറംഗസേബിന് കൂടുതൽ സഹായം ആവശ്യമുണ്ടായിരുന്നു. ഈ സഹായം ആവശ്യപ്പെട്ട് ഔറംഗസേബ് ഷാജഹാനോട് അഭ്യർത്ഥിക്കുമ്പോൾ പോലും ദാരാഷുക്കാവിൻ്റെ പ്രേരണ പ്രകാരം ആ സഹായം നിരസിക്കുന്ന അവസ്ഥ പോലും ഉണ്ടാവുന്നു. ആലോചിച്ച് നോക്കുക, ആ സഹായം ലഭിച്ചിരുന്നുവെങ്കിൽ പിന്നീടുണ്ടായിരുന്ന പല പ്രശ്നങ്ങളും ആദ്യകാലത്ത് തന്നെ, ഷാജഹാൻ്റെ കാലത്ത് തന്നെ ഔറംഗസേബിന് പരിഹരിക്കാമായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ വിശദീകരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ഇദ്ദേഹത്തിൻ്റെ വ്യക്തിത്വപരം സംസാരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട മറ്റു പ്രധാനപ്പെട്ട പോയിന്റ്, ഷാജഹാനോട് ഏറ്റവും കൂടുതൽ, ഇത്രയും ദാരാഷുക്കാവിനോട് സ്നേഹം കാണിക്കുന്ന ഷാജഹാനോട്, അതുപോലെ തന്നെ മുറാദിനോടും ഷുജേനേക്കാളും കൂടുതൽ ലോയൽറ്റിയും കമ്മിറ്റ്മെൻറ്റും കാണിച്ചൊരു പുത്രൻ എന്ന നിലയിലാണ് വാഖിയാത്ത് ആലംഗീരി എന്ന് പറയുന്ന ഔറംഗസേബിൻ്റെ കാലഘട്ടത്തിലെ സംഭവങ്ങൾ വിവരിക്കുന്ന രചന. അത് ആഖിൽ റാസി ഖാൻ്റെ കിതാബാണ്.
ആ കിതാബിൽ വാഖിയാത്തെ ആലംഗീരി എന്നാണ് എൻ്റെ പേര്. ആ കിതാബിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് എത്രത്തോളം ലോയലായിരുന്നു ഷാജഹാനോട്, എത്രത്തോളം കമ്മിറ്റ്മെൻറ്റ് കാണിച്ച ആളായിരുന്നു. മറ്റുള്ള മക്കളെക്കാളും കൂടുതൽ ഷാജഹാനോട് കമ്മിറ്റഡ് ആയിരുന്ന ഒരു പുത്രൻ എന്ന നിലയിലാണ് വാഖിയാത്തെ ആലംഗീരിൽ, അന്നത്തെ രചന തന്നെയാണത്, അതിൽ ആഖിൽ റസീഖ് ഖാൻ വിശദീകരിക്കുന്നത്. അദ്ദേഹം ഒരു സംഭവം ഉണ്ടാവുന്നുണ്ട്. ഷാജഹാൻ ഇടക്കാലത്ത് രോഗിയാവുന്ന പശ്ചാത്തലത്തിൽ ഓരോരുത്തരും ദാരാഷിക്കാവ് ഡൽഹിയിൽ അധികാരം മുറുക്കാനുള്ള ശ്രമം നടത്തി. അതുപോലെ തന്നെ ഷുജയും മുറാദും ഓരോരോ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ഷുജ എന്ന് പറയുന്നത് ബീഹാർ ഭാഗത്തേക്കും ബംഗാൾ ഭാഗത്തും സ്വയം അധികാരിയായി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ മുറാദും അഹമ്മദാബാദ്, ഗുജറാത്ത് കേന്ദ്രീകരിച്ച് അഹമ്മദാബാദ് തൻ്റേതാണെന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇതൊക്കെയും അറിയുന്ന ഔറംഗസേബ് ഈ സഹോദരന്മാർക്ക് കത്തുകൾ അയക്കുന്നുണ്ട്. വാപ്പ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, അതായത് സുൽത്താൻ ഷാജഹാൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, അദ്ദേഹത്തിന് യാതൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല, അദ്ദേഹത്തിൻ്റെ രോഗം കൂടുതൽ മെച്ചപ്പെടുന്ന സുഖമായി വരുന്ന ഒരു സാഹചര്യമാണുള്ളത്, അതുകൊണ്ട് നിങ്ങൾ ഈ തരത്തിൽ അധികാരമോഹികളാവരുത് എന്ന് കത്തയച്ചതായിട്ടാണ് ഔറംഗസേബിനെ ആഖിൽ റസീഖ് ഖാൻ അദ്ദേഹത്തിൻ്റെ വാഖിയാത്തെ ആലംഗീരിൽ വിശദീകരിക്കുന്നത്. അത്രത്തോളം തൻ്റെ പിതാവിനോട് കമ്മിറ്റഡ് ആയിരുന്ന ഒരാളായിട്ടാണ് ചിത്രീകരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, മുഗൾ ഡൈനാസ്റ്റി എന്ന് പറയുന്നത് അവരുടെ തുടക്കം മുതൽ തന്നെ കുടുംബത്തോട് പടവെട്ടി അധികാരം പിടിച്ചവരാണ്. അത് അക്ബർ ആണെങ്കിൽ പോലും, അതായത് ഹുമയൂൺ ആണെങ്കിൽ തൻ്റെ സഹോദരന്മാരായിരുന്ന കമ്രാൻ അസ്കരിനോടും അതുപോലെ ഹിന്ദലിനോടും യുദ്ധം ചെയ്ത ആളാണ്. അക്ബർ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹോദരനായിരുന്ന മിർസ മുഹമ്മദ് ഹാക്കിമിനോട് യുദ്ധം ചെയ്ത ആളാണ്. ജഹാംഗീർ ആണെങ്കിൽ അക്ബറിനോട് യുദ്ധം ചെയ്ത ആളാണ്. ഷാജഹാൻ ആണെങ്കിൽ, അതായത് ജഹാംഗീറിൻ്റെ മകൻ ഷാജഹാൻ്റെ തന്നെ സഹോദരന്മാരായിരുന്ന ഖുസ്രുവിനോടും ഷഹരിയാറിനോടും ഈ ഒരു രക്തപങ്കിലമായ ചരിത്രമുള്ള ആളാണ്. ഒരു പക്ഷേ ആലോചിച്ച് നോക്കുക, ഇതേ മുഗൾ ഡൈനാസ്റ്റിയുടെ അതിൻ്റെ തന്നെ ഒരു പുത്രനായിരുന്ന ഔറംഗസേബും അതേ മാർഗം പിന്തുടർന്നു എന്ന് തന്നെയും ഒരു മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. ലെയൻ പോൾ സ്റ്റാൻലി അദ്ദേഹത്തിൻ്റെ റൂളേഴ്സ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന രചനയിൽ ഔറംഗസേബിനെ കുറിച്ചുള്ള എംപറർ ഓഫ് ഹിന്ദുസ്ഥാൻ എന്ന രചനയിൽ ഈ പോൾ സ്റ്റാൻലി ഈ കാര്യം കൂടുതൽ വിശദീകരിക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ അധികാരം എടുത്തതിന് ശേഷം അക്ബർ ഔറംഗസേബ് എങ്ങനെയാണ് ഷാജഹാനോട് പെരുമാറിയത്, അത് നമുക്ക് ആലംഗീർ നാമയിലും അതുപോലെ തന്നെ ഈ വാഖിയാത്തെ ആലംഗീരിയിലും അദവി ആലംഗീരിലടക്കമുള്ള വിവിധ രചനകളിൽ നമുക്ക് ആ വിശദീകരണം കാണാം. ഷാജഹാനെ ഒരുപാട് ആദരിച്ച ആളെന്ന നിലയിലാണ്. ആ വീട്ടുതടങ്കലിലാക്കിയ ഷാജഹാന് ഒരുപാട് അയാളുടെ ടെൻഷനും പ്രയാസങ്ങളും മാറ്റുക എന്ന തലത്തിൽ ഒരുപാട് സമ്മാനങ്ങൾ സബ്മിറ്റ് ചെയ്ത ഒരാളെന്ന നിലയിൽ ഷാജഹാനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എപ്പോഴെങ്കിലും ഭരണകാലഘട്ടത്തിൽ കാര്യങ്ങളുടെ വിഷയങ്ങളിൽ എന്തെങ്കിലും അഭിപ്രായം ആവശ്യം വരുമ്പോൾ പിതാവിനോട് ഉപദേശം ആരായുന്ന ഒരാൾ എന്ന നിലയിലും ഔറംഗസേബിനെ ആലംഗീർ നാമയിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഘട്ടത്തിൽ, അവസാന കാലഘട്ടത്തിൽ ഷാജഹാൻ പോലും ഔറംഗസേബിൻ്റെ കുറ്റങ്ങൾ പൊറത്തു കൊടുക്കുകയും അതുപോലെ തന്നെ എല്ലാം ഔറംഗസേബിനെ അനുഗ്രഹിക്കുകയും ചെയ്തു എന്ന് ആലംഗീർ നാമയിൽ വിശദീകരിക്കുന്നത് കാണുവാൻ കഴിയും. അപ്പോൾ ഇത്രത്തോളം ഒരു മാറ്റം ആ ഒരു പിതാവ് പുത്ര ബന്ധത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയുന്നത്. എന്ന് മാത്രമല്ല, ഔറംഗസേബ് ഷാജഹാൻ്റെ ആവശ്യത്തിന് പൂർത്തീകരിക്കാൻ എല്ലാ സെർവൻറ്റുകളെയും വെച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ ഇത് കാണുവാൻ താജ്മഹൽ ദർശിക്കുവാനും അതിനുള്ള സൗകര്യങ്ങൾ വെച്ചു കൊടുക്കുകയും എല്ലാ കാര്യത്തിലും അവസാനം വരെയും ലോയൽറ്റി കാണിക്കുകയും ചെയ്ത ആളെന്ന നിലയിലാണ്. അതുപോലെ തന്നെ ഷാജഹാൻ മരിക്കുമ്പോൾ ഔറംഗസേബ് അദ്ദേഹത്തിൻ്റെ വികാരത്തെക്കുറിച്ചും ചരിത്രകാരന്മാർ വിശദീകരിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് അദ്ദേഹം ധാരാളം ആയിരക്കണക്കിന് ക്യാഷ് പാവങ്ങൾക്ക് സദക്ക നൽകിയെന്നും വാപ്പ മരിക്കുന്ന പശ്ചാത്തലത്തിൽ പാവങ്ങൾക്ക് സദക്ക നൽകി ദാനം നൽകിയെന്നും ഖാസി നൂറുൽ ഹമീം അദ്ദേഹത്തിൻ്റെ ഔറംഗസേബ്സ് വെനറേഷൻ ഫോർ ഫാദേഴ്സ് ഡിസ്റ്റോർട്ടഡ് ഓർ റിയാലിറ്റി എന്ന് പറയുന്ന പഠനത്തിൽ വിശദീകരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഔറംഗസേബിൻ്റെ ഭരണകാലഘട്ടത്തിലെ മറ്റൊരു സുപ്രധാനമായ വിഷയമാണ് ഉലമാക്കളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം. ചില പഠനങ്ങളിലെല്ലാം ആൾക്കാർ വിശദീകരിക്കുന്നത് ഔറംഗസേബ് ഈ പണ്ഡിതന്മാരുടെ അവർക്ക് കീഴ്വണങ്ങിയതിനാലാണ് ഭീകരനായി മാറിയത് എന്ന് പണ്ഡിതവർഗത്തെ ഭീകരവൽക്കരിക്കുന്ന ഒരു നരേഷനും കൂടി നമുക്ക് കാണാം.
എന്നാൽ ബാക്കിയുള്ള എല്ലാ മുഗൾ ഡൈനാസ്റ്റിയിലെ ഭരണകർത്താക്കളെയും പോലെ, അല്ലെങ്കിൽ മുമ്പുള്ള സൽത്തനത്തിലെ ഭരണകർത്താക്കളെ പോലെ തന്നെയായിരുന്നു ഔറംഗസേബും. അദ്ദേഹം ഒരിക്കലും പണ്ഡിതന്മാർക്ക് മുഴുവനായും അടിയറവ് വെക്കുന്ന ഒരു ഭരണകർത്താവായിരുന്നില്ല. നമ്മൾ സൽത്തനത്തുകളുടെ ഏതൊരു സൽത്തനത്തിൻ്റെയും ചരിത്രം നോക്കുമ്പോൾ പോലും, അത് ഖലീഫമാരുടെ ചരിത്രമാവട്ടെ സുൽത്താൻമാരുടെ ചരിത്രമാവട്ടെ, എല്ലാവരും അവർ സ്വന്തമായ ഒരു കാഴ്ചപ്പാടും പണ്ഡിതന്മാർക്കൊപ്പം കീപ്പ് ചെയ്തവരായിട്ടാണ്. പലപ്പോഴും പണ്ഡിതന്മാരുടെ അഭിപ്രായം മാറ്റിവെച്ചുകൊണ്ട് സ്വന്തമായ അഭിപ്രായം എന്നതിന് മുൻഗണന കൊടുക്കുകയും ചെയ്തവരാണ്. അതിന് ഫർമാൻ എന്നാണ് പലപ്പോഴും അതിനെ വിളിച്ചിരുന്നത്. പണ്ഡിതന്മാരുടെ ഫത്വയ്ക്ക് അപ്പുറം ഫർമാന് കൂടുതൽ രാജകീയമായ പദവികളുള്ള ഒരു കാലഘട്ടം കൂടിയിട്ടായിരുന്നു. പലപ്പോഴും പണ്ഡിതന്മാരെ അവരുടെ കാഴ്ചപ്പാടുകളെ മാറ്റി നിർത്തിയ ആളായിരുന്നു. ഈ ഹിന്ദുക്കളെ അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടത്തിൽ ഹിന്ദു സമൂഹത്തിൽ നിന്ന് ഒരുപാട് ആൾക്കാർ അഡ്മിനിസ്ട്രേറ്റീവ് മേഖലയിലേക്ക് വരുന്നതിൽ ചില പണ്ഡിതന്മാർ എതിർത്ത് പറഞ്ഞപ്പോൾ അവരെ അവഗണിച്ച ഒരാളെന്ന നിലയിലാണ് നമുക്ക് ഔറംഗസേബിനെ കാണുവാൻ കഴിയുന്നത്. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കുറിച്ചുള്ളൊരു കണക്കുണ്ട്. ഔറംഗസേബിൻ്റെ കാലഘട്ടത്തിൽ ഓരോ കാലഘട്ടത്തിലും 1679 മുതൽ 1707 വരെയുള്ള കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് മേഖലകളും രജപുത്രന്മാരും വിവിധ സമൂഹത്തിലെ ആൾക്കാരുടെയും ശതമാനക്കണക്ക്, ബ്യൂറോക്രസിയിലെയും അഡ്മിനിസ്ട്രേഷനിലെയും മിലിറ്ററിയിലെയും ശതമാനക്കണക്ക് മുസ്ലിങ്ങളെക്കാൾ വളരെ കൂടുതലായിരുന്നു എന്ന് പോലും പഠനങ്ങൾ നമുക്കുണ്ട്. ഇത് മാത്രമല്ല, അത് രജപുത്രന്മാരാവട്ടെ, മറാഠികളാവട്ടെ, വിവിധ കാസ്റ്റുകളാവട്ടെ, വിവിധ സെക്റ്റുകളാവട്ടെ, എല്ലാവർക്കും മുസ്ലിങ്ങളെക്കാളും കൂടുതൽ പവർ അദ്ദേഹം നൽകിയിരുന്നു എന്ന് നമുക്ക് കാണാം. അതുപോലെ മൻസബ് എന്നാണ് മുഗൾ കാലഘട്ടത്തിലെ ഈ അധികാര പദവിക്ക് ഉപയോഗിക്കുന്ന പദപ്രയോഗം. അപ്പോൾ ഈ മൻസബ്, വിവിധ മൻസബ്ദാരി സിസ്റ്റം എന്നാണ് അതിനെ സാധാരണ വിളിക്കുക. ഈ മൻസബ്ദാരിലേക്ക് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അധികാരത്തിൽ വന്നത് രജപുത്ര, മറാഠ, വിവിധ ജാട്ടടക്കമുള്ള വിവിധ ട്രൈബുകളായിരുന്നു, ഗോത്രവർഗ്ഗങ്ങളും കാസ്റ്റുകളുമായിരുന്നു എന്ന് നമുക്ക് കാണാം. ഈവൻ ഷിയാക്കൾക്ക് പോലും ചെറിയൊരു ശതമാനം കൊടുത്തിരുന്നു. കാരണം സുന്നി മൊണാർക്കിയാണല്ലോ ഈ മുഗൾ ഡൈനാസ്റ്റി. സുന്നികളായ പണ്ഡിതന്മാരാണ് അധികവും മുഗൾ ഡൈനാസ്റ്റിയിലെ പണ്ഡിത സമൂഹമായിട്ടുണ്ടായിരുന്നത്, അധികവും ഉണ്ടായിരുന്നത്. ഷിയാക്കളായ ചില ആൾക്കാരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഷിയാക്കളുടെ സാന്നിധ്യം സുന്നികളായ ആൾക്കാർക്ക് പ്രശ്നം വന്നിരുന്ന ഒരു ഘട്ടം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ അവരെ ചെവികൊള്ളാതെ ഷിയാക്കളായ ആൾക്കാർക്ക് പോലും അധികാര മേഖലകളിൽ സ്വാധീനം കൊടുത്ത ആളാണ്. ഔറംഗസേബിൻ്റെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ തുറാൻ എന്ന് പറയുന്ന ഒരു കണക്ഷനാണുള്ളത്. തുറാനീസ് എന്ന് നമുക്ക് അവരെക്കുറിച്ച് അറിയാം. അത് തുർക്കിക് ഒരു ഒറിജിനുള്ളൊരു കണക്ഷനാണ്. അവർക്ക് പോലും ചെറിയൊരു ശതമാനമാണ് അദ്ദേഹം അധികാരത്തിൽ നൽകിയിരുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ചില പണ്ഡിതന്മാർ ഈ ബുഖാറ അടക്കമുള്ള സമർക്കന്ത് അടക്കമുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെയും ഇദ്ദേഹത്തിൻ്റെ അധികാരത്തിൽ കീഴിൽ വരികയും ഷിയാക്കൾക്കെതിരെ ശക്തമായ സമീപനം സ്വീകരിക്കണമെന്നൊക്കെയും ആവശ്യപ്പെടുമ്പോൾ അവരെയൊക്കെയും ചെവിക്കൊള്ളാതിരുന്ന ഒരാളെന്ന നിലയിലും ഔറംഗസേബിൻ്റെ ഭരണകാലത്തെ നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ വിവിധ സമൂഹങ്ങളിലെ നേതാക്കന്മാർക്ക് അധികാരത്തിൽ നല്ലൊരു സ്ഥാനം നൽകിയതായും അവരെ വല്ലാതെ ആദരിച്ചിരുന്നതായും നമുക്ക് ഔറംഗസേബിൻ്റെ ചരിത്രത്തിൽ കാണുവാൻ കഴിയും. അത് ബൈറഗി സെയിൻറ്റ് മംഗൾദാസ് മഹാരാജാവ് അദ്ദേഹത്തിന് ഒരുപാട് സമ്മാനങ്ങൾ നൽകുന്നതായി ചരിത്രത്തിൽ കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഒരുപാട് സൂഫി പണ്ഡിതന്മാരെ ആദരിക്കുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ സയ്യിദ് അഹമ്മദ് സർഹിന്ദിയുടെ മക്കളുടെ സ്വാധീനം ഔറംഗസേബിൻ്റെ ജീവിതത്തിലും പിന്നീടുള്ള ഭരണകാലഘട്ടത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ നക്ഷബന്ദി ത്വരീഖത്തിലെ പണ്ഡിതന്മാർക്ക് കൂടുതൽ സ്വാധീനമുണ്ടാവുന്നതായും ഈ കാലഘട്ടത്തിൽ കാണാം. അതിൻ്റെ കൂടെ തന്നെ അത് ജൈന പണ്ഡിതന്മാരാവട്ടെ, വിവിധ ഹിന്ദു സമൂഹത്തിലെ പണ്ഡിതന്മാരാവട്ടെ, എല്ലാവർക്കും അവരുടേതായ റെസ്പെക്റ്റ് നൽകിയ ഒരാളെന്ന നിലയിൽ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അനുഭവങ്ങളുണ്ട്, ചരിത്രങ്ങളുണ്ട്. അത് രാജീവൻ ഗോസായൻ പോലുള്ള ആൾക്കാർക്ക് അവർക്ക് വലിയ മാളികകൾ പണിഞ്ഞു കൊടുക്കുക, അതുപോലെ തന്നെ ജൈന പണ്ഡിതന്മാർക്ക് അവരുടെ ടെമ്പിളുകൾക്ക് ഗ്രാൻഡ് നൽകുക, സംഭാവനകൾ നൽകുക, അതുപോലെ തന്നെ വിവിധ ലാൽ വിജയ് അറിയപ്പെടുന്ന ജൈന പണ്ഡിതന്മാർക്ക് അവരുടെ മൊണാസ്ട്രി നിർമ്മിക്കാനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. അങ്ങനെ ഈ വിവിധ മതസമൂഹങ്ങളിലെ ആൾക്കാരെ ആരെങ്കിലും മതപരമായി ആക്ഷേപിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവർക്കെതിരെ നിയമ നടപടികൾ എടുക്കുന്ന ഫർമാൻ പോലും, ഉത്തരവ് പോലും ഇറക്കുന്ന ചരിത്രം ജോൺ ഓഫ് റിച്ചാർഡ്സ് അദ്ദേഹത്തിൻ്റെ മുഗൾ എംപയർ എന്ന് പറയുന്ന കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്ത രചനയിൽ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. ഇത് പറഞ്ഞതിൻ്റെ ചുരുക്കം, ഔറംഗസേബ് അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടത്തിൽ ഈ ആരോപണങ്ങൾക്ക് നേരെ എതിരായി തന്നെ അതിന് വിരുദ്ധമായി
എത്നിക്കലിയായ, ലിംഗ്വിസ്റ്റിക്കായ, റിലീജിയസായ, ഡൈവേഴ്സായ വിവിധ വിഭാഗങ്ങളെ ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിഞ്ഞ ഒരാളെന്ന നിലയിലാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ് ക്രാഫ്റ്റിനെ കുറിച്ച് നമുക്ക് അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം ആരെയും കൂട്ടമായി കൺവേഴ്സ് ചെയ്തിട്ടില്ല. അങ്ങനെങ്ങാനും ചെയ്തിരുന്നുവെങ്കിൽ എന്താവുമായിരുന്നു ഒരു 50 വർഷം ഭരിച്ചിരുന്ന ഒരു ഭരണകർത്താവിൻ്റെ അവസ്ഥ? നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. ഒരിക്കലും ഈ ആരോപണങ്ങൾ പറയുന്നത് പോലെ ഒരു ഹിന്ദു ജനസൈഡ് ചെയ്ത ആളുമല്ല. ഔറംഗസേബിൻ്റെ തീരുമാനങ്ങളിലെല്ലാം എപ്പോഴും അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ വിഷനായിരുന്നു. പണ്ഡിതന്മാരുടെ പലപ്പോഴും സെക്ടേറിയൻ കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ വിഷന് മുന്നിൽ വെച്ചുകൊണ്ടുള്ള പൊളിറ്റിക്കൽ പ്രാഗ്മാറ്റിസത്തിനായിരുന്നു ബാക്കിയുള്ള എല്ലാ മുഗൾ ഡൈനാസ്റ്റിയിലെയും ഭരണകർത്താക്കൾ ചെയ്തതുപോലെ ഔറംഗസേബും ചെയ്തത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ തന്നെ കൊൽക്കണ്ട, നമ്മുടെ ഹൈദരാബാദ് ഭാഗത്തേക്കുള്ള തെക്കൻ ഭാഗത്തേക്കുള്ള അദ്ദേഹത്തിൻ്റെ മിലിറ്ററി എക്സ്പെഡിഷനുമായി ബന്ധപ്പെട്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. അന്നുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഷെയ്ഖുൽ ഇസ്ലാം മുസ്ലിങ്ങളായ ഭരണകർത്താക്കൾക്കെതിരെ യുദ്ധം ചെയ്യുന്നത് അത് ശരിയല്ല അത് എന്ന രീതിയിൽ ഫത്വ പുറപ്പെടുവിച്ചപ്പോൾ അതിനെ മൈൻഡ് ചെയ്യാത്ത ആളും കൂടിയിട്ടാണ് ഔറംഗസേബ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, പണ്ഡിതന്മാരുടെ ഒരു അടിമയായിരുന്നു. ആ ഒരു ശരീഅത്തിനെ കൊണ്ടു നടക്കുന്ന പണ്ഡിതവർഗത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ മാത്രമായിരുന്നു ഔറംഗസേബ് എന്ന് പറയുന്ന ഒരു സെക്യുലർ വായന, അത് അപകടകരമായ വായനയും കൂടിയിട്ടാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനത് പരാമർശിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ജിസിയ. അദ്ദേഹം ജിസിയ നടപ്പിലാക്കുന്നത് 1979. 1658 അധികാരത്തിലേറുന്ന ഔറംഗസേബ് 1979 22 വർഷങ്ങൾക്ക് ശേഷമാണ് ജിസിയ നിർബന്ധമാക്കുന്നത്, ജിസിയ വീണ്ടും നടപ്പിലാക്കുന്നത്. ആലോചിച്ച് നോക്കുക. സാധാരണ നമ്മൾ വായിക്കുന്നത് മൂപ്പര് ജിസിയ നിർബന്ധമാക്കി എന്ന് വെച്ചാൽ അധികാരത്തിൽ ഏറി ഉടനെ ജിസിയ നിർബന്ധമാക്കി എന്നൊരു ഇമേജാണ് പൊതുവേ ഉള്ളത്. വളരെ തെറ്റായ കാര്യമാണ്. എന്തുകൊണ്ടാവാം ഇത്രയും വർഷം അദ്ദേഹം എടുത്തത്? അതിന് ഒരുപാട് പൊളിറ്റിക്കൽ റീസൺസ് നമുക്ക് ആർട്ടൂർ തുഷ്കയുടെ രചനകളിലും അതുപോലെ തന്നെ തൈമിയ സൈമാൻ്റെ രചനകളിലുമെല്ലാം ഈ കാണുവാൻ കഴിയും. അവർ തന്നെ ഈ കാര്യം പറയുന്നത് ഇതിനൊക്കെ പൊളിറ്റിക്കൽ, അന്നത്തെ രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയും സാമ്പത്തിക അസന്തുലിതാവസ്ഥയും ആണ് ഈ ജിസിയയുമായി ബന്ധപ്പെട്ട, അതായത് ടാക്സ്, നോൺ മുസ്ലിം സമൂഹത്തിൽ നിന്ന് ടാക്സ് വാങ്ങുക അക്ബർ നിർത്തലാക്കിയത് ഏകദേശം ഔറംഗസേബിൻ്റെ കാലത്തോളം വരുന്നതോടുകൂടി സാമ്പത്തികമായ പരിമിതികൾ ഉണ്ടാക്കുവാനും കാരണമായി. ഔറംഗസേബിൻ്റെ കാലത്ത് ദക്കനടക്കമുള്ള ഹൈദരാബാദ്, ഗോൽക്കണ്ട, ആദിൽഷാഹി അടക്കമുള്ള വിവിധ ഭാഗങ്ങളിലേക്ക് സൈനിക വിന്യാസം ഉണ്ടാവുന്നതും ഒരു വലിയ സാമ്രാജ്യമായി മാറുന്നതും ആ സാമ്രാജ്യത്തെ സംരക്ഷിക്കലും അവരുടെ മിലിറ്ററിയും അവരുടെ സാമ്പത്തിക രാഷ്ട്രീയ മേഖലകളിലുള്ള സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതുമെല്ലാം സമ്പത്ത് വളരെ അനിവാര്യമായി വന്നു. എന്ന് മാത്രമല്ല, നിരവധി യുദ്ധങ്ങൾ ഉണ്ടാവുന്ന, അതുപോലെ തന്നെ ഈ ആസാം ഭാഗത്തുള്ള അഹോം എന്ന് പറയുന്ന, ഇന്ന് നമ്മൾ ആസാം എന്ന് പറയുന്ന പഴയ അഹോം എന്നാണ് അവർ യഥാർത്ഥത്തിൽ ഉച്ചരിക്കുക. ആ ഭാഗത്തുള്ള അഹോം ഡൈനാസ്റ്റിയുമായിട്ടുള്ള ആ യുദ്ധങ്ങൾ, അതിലുണ്ടാവുന്ന പരാജയങ്ങളും നഷ്ടങ്ങളും കോട്ടങ്ങളും, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭരണക്രമത്തിൽ തന്നെ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടപ്പോൾ സമ്പത്ത് ആവശ്യമായി വന്നു എന്നാണ് ഈ പണ്ഡിതന്മാർ, ആർട്ടൂർ തുഷ്ക അടക്കമുള്ള ആൾക്കാർ വിശദീകരിക്കുന്നത്. ഒരു മതപരമായ ബോധത്തിനപ്പുറം സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ വിഷയങ്ങളുടെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അക്ബർ നിർത്തലാക്കിയ ജിസിയ ഒരു ടാക്സ് എന്ന നിലയിൽ വീണ്ടും അദ്ദേഹം കൊണ്ടുവന്നതെന്നാണ് വിശദീകരിക്കുന്നത്. അതിന് ഭാഗമായി ഹിന്ദു സമൂഹത്തെ അല്ലെങ്കിൽ എല്ലാവരെയും, അത് ഒരേപോലെ മുസ്ലിങ്ങളിൽ നിന്ന് ടാക്സ് വാങ്ങുന്ന മറ്റൊരു രീതികളുണ്ടായിരുന്നു. ഖറാജ് അടക്കമുള്ള ഭൂനികുതികളൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു. അതുപോലെയാണ് ഹിന്ദുക്കളിൽ നിന്നും ടാക്സ് വാങ്ങുക. അതിൻ്റെ കൂടെ തന്നെ ഇദ്ദേഹം ചെയ്തത്, തൻ്റെ കൊട്ടാരത്തിലുള്ള അധികം ലക്ഷൂറിയസായി ജീവിക്കുന്ന ആൾക്കാരെയും കൺട്രോൾ ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യമാർ അല്ലെങ്കിൽ കൊട്ടാരത്തിലെ സ്ത്രീകളുടെ, അതുപോലെ തന്നെ രാജകുമാരന്മാരുടെ വല്ലാത്ത അനാവശ്യമായ ചെലവുകൾ, അവർക്ക് അതുപോലെ തന്നെ പലവിധ സമ്മാന വിതരണങ്ങൾ, അനാവശ്യമായ സമ്മാന വിതരണങ്ങളെല്ലാം നിർത്തലാക്കി. പലപ്പോഴും ചില പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് മ്യൂസിക്, അതായത് ഇദ്ദേഹത്തിൻ്റെ ദർബാറിൽ പാട്ട് പാടുമ്പോൾ സാധാരണ മുമ്പുണ്ടായിരുന്നത് വരുന്ന പാട്ടുകാർക്ക് ഭീമമായ സമ്മാനത്തുക നൽകുമായിരുന്നു. അപ്പോൾ അത് പ്രതീക്ഷിച്ചുകൊണ്ട് നിരന്തരം ആൾക്കാർ വരികയും അവരുടെയൊക്കെ പാട്ടിൽ ഇങ്ങനെ ആണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരം ദർബാറിൽ രൂപപ്പെട്ടിരുന്നു.
അപ്പോൾ ഇതും കൂടി നിർത്തലാക്കുന്നതിൽ സാമ്പത്തികമായ ഒരു ലക്ഷ്യവും കൂടിയിട്ടുണ്ടായിരുന്നു എന്നാണ് നമുക്ക് അനുരാഗ് കൗണ്ടിനെ പോലുള്ള ആൾക്കാർ, അതുപോലെ തന്നെ സതീഷ് ചന്ദ്രയുടെ രചനകളിലും അക്ബറിൻ്റെയും ഔറംഗസേബിനെ കുറിച്ചുള്ള പഠനങ്ങളിൽ നമുക്ക് ഇവർ രണ്ടുപേരും, സതീഷ് ചന്ദ്രയുടെ സം കൺസിഡറേഷൻസ് ഓൺ ദ റിലീജിയസ് പോളിസി ഓഫ് ഔറംഗസേബ് എന്ന് പറയുന്ന പഠനത്തിലും, അതുപോലെ തന്നെ അനുരാഗ് കൗണ്ടിൻ്റെ അക്ബർ ഔറംഗസേബ് ദ സെയിൻറ്റ് ആൻഡ് ദ വില്ലൻ എന്ന് പറയുന്ന സ്റ്റഡിയിലും അവർ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു പല കാരണങ്ങൾ, സിഖുമായിട്ടുള്ള യുദ്ധങ്ങൾ, രജപുത്രന്മാരുമായിട്ടുള്ള യുദ്ധങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെക്കാൻ ഭാഗത്തേക്കുള്ള, സൗത്ത് ഇന്ത്യൻ ഭാഗത്തേക്കുള്ള അവരുടെ വരവ്, അതിൽ നേരിടുന്ന പ്രശ്നങ്ങൾ, അതിൻ്റെ കൂടെ തന്നെ ശിവാജി ഉണ്ടാക്കിയ ഒരുപാട് അതിർത്തി പ്രശ്നങ്ങൾ, മുഗൾ ഭാഗത്തേക്ക് നിരന്തരം അതിക്രമം അഴിച്ചുവിടുന്ന ശിവാജിയുടെ അക്രമം, അതിലൂടെ നഷ്ടപ്പെടുന്ന സമ്പത്ത്, അരക്ഷിതാവസ്ഥ, ഇതിനെയൊക്കെ പരിഹരിക്കുവാനും കൂടി വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഈ ഒരു തരത്തിൽ ജിസിയ നടപ്പിലാക്കിയെന്നാണ് ഈ ചരിത്രകാരന്മാർ വിശദീകരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു നിരീക്ഷണം വെക്കുന്നത്, പണ്ഡിതന്മാരെ അകറ്റി നിർത്തിയ അതേ ഔറംഗസേബ് തന്നെ ഇങ്ങനെ വളരെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ മേഖലകളിലും സൈനികമായ മേഖലകളിലും ശക്തമായ വെല്ലുവിളി നിറഞ്ഞു നിൽക്കുമ്പോൾ പണ്ഡിതന്മാരുടെ ഒരു സപ്പോർട്ടും കൂടി നല്ലതാണ് എന്ന് ചിന്തിച്ച ആളും കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരുടെ സപ്പോർട്ട് കിട്ടണമെങ്കിൽ മതപരമായ ഒരു നിലപാടും കൂടി എടുക്കണം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടും കൂടി ചരിത്രകാരന്മാർ വിശദീകരിക്കുന്നത് കാണുവാൻ കഴിയും. ഇങ്ങനെ ഒരു സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക മേഖലകളിലുള്ള കാരണങ്ങളാണ് പക്ക ഒരു മതകീയ ബോധത്തെക്കാളും അപ്പുറം ജിസിയ എന്ന് പറയുന്ന നോൺ മുസ്ലിങ്ങളിൽ നിന്നുള്ള ടാക്സ് നടപ്പിലാക്കുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതെന്നാണ് ആധുനിക സ്റ്റഡികൾ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണമാണ് ടെമ്പിൾ തകർത്തത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ജാൽനാഥ് സർക്കാരും ശർമ്മ അടക്കമുള്ള നിരവധി ആൾക്കാർ ഇന്നും നമ്മൾ വായിക്കുന്ന അമ്പലങ്ങൾ തകർത്ത മതകീയതയെ, മുസ്ലിം മതകീയതയെ മാത്രം മുന്നിൽ വെച്ച ഒരാളെന്ന നിലയിലാണ്. അതുപോലെ തന്നെ അമ്പലങ്ങൾ തകർക്കാൻ എപ്പോഴും താല്പര്യമുള്ള ഒരാളെന്ന നിലയിലൊക്കെയാണ്. അത് മധുരയിലെ ടെമ്പിളാവട്ടെ, വിശ്വനാഥ ടെമ്പിളാവട്ടെ, എല്ലാം അങ്ങനെ ഒരു ഇമേജ് നമുക്ക് ഇപ്പോഴും ഗ്യാൻവാപ്പി പള്ളി അടക്കമുള്ള വിഷയങ്ങളിൽ ഔറംഗസേബ് തകർത്ത് പള്ളി പണിഞ്ഞ ആളാണ് എന്ന രീതിയിലാണ് വിശദീകരിക്കുന്നത്. പക്ഷേ അവിടെ പോലും നമ്മൾ മുൻകാലത്ത് മുമ്പെടുത്ത ഒരു വിഷയം നമ്മൾ സംസാരിച്ചിരുന്നു, അമ്പലങ്ങൾ തകർക്കുന്നതിൻ്റെ ഒരു റീസൺ പ്രത്യേകമായി നമ്മൾ സംസാരിച്ചിരുന്നു. അവിടെ തന്നെ നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്നത് ഔറംഗസേബും അമ്പലങ്ങൾ തകർക്കുന്നത് പൊളിറ്റിക്കൽ റീസൺ എന്ന നിലയിൽ തന്നെയാണ് കണ്ടത്. റിച്ചാർഡ് ഡേവിഡ്സും റിച്ചാർഡ് ഈറ്റണും അവരുടെ സ്റ്റഡികൾ പറയുന്നുണ്ട്, മുമ്പ് തന്നെ പൊളിറ്റിക്കൽ റീസണിൻ്റെ ഭാഗമായിട്ടാണ് പലരും അമ്പലങ്ങൾ തകർത്തത്, മതകീയതയ്ക്കപ്പുറം രാഷ്ട്രീയ കാര്യങ്ങളാണ്. ശിവാജിയുമായിട്ടുള്ള, മറാത്ത നേതാവായിരുന്ന ശിവാജിയുമായിട്ടുള്ള ഏറ്റുമുട്ടൽ അത് വലിയ കാരണമാണ്. നമുക്ക് ശിവാജിയും അദ്ദേഹത്തിൻ്റെയും കുടുംബം ആദരിച്ചിരുന്ന ഭവാനി ടെമ്പിൾസ് ഇദ്ദേഹത്തിൻ്റെ കമാൻഡറായിരുന്ന അഫ്സൽ ഖാനെ കൊണ്ട് തകർക്കാൻ ഔറംഗസേബ് കൽപ്പിക്കുന്നുണ്ട്. കാരണം അവരുടെ പ്രധാന അമ്പലങ്ങൾ തകർക്കുന്നതോടുകൂടി ആ ഭാഗത്തുള്ള അവരുടെ ഒരു രാഷ്ട്രീയമായ ധൈര്യം ചോർത്തിക്കളയുക എന്നത് ഒരു ഭാഗമായിരുന്നത്രേ എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, ശിവാജിയെ സഹായിച്ച ജയ്സിംഗ് എന്ന് പറയുന്ന മറ്റൊരു നേതാവ് ബനാറസിലുള്ള, അയാളുടെ സഹായിച്ചതിൻ്റെ ഫലമായി അയാളുടെയും അമ്പലം തകർത്തു എന്നാണ് പറയുന്നത്. അപ്പം ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു അമ്പലം തകർക്കണോ വേണ്ടയോ എന്നുള്ളത് ഒരുപക്ഷെ ഇസ്ലാമിൻ്റെ വാല്യൂ മുന്നിൽ വെച്ച് വയ്ക്കുമ്പോൾ തെറ്റായ തീരുമാനം തന്നെയാണ്. നമുക്കതിനെ ന്യായീകരിക്കുവാൻ കഴിയുന്ന കാര്യമല്ല. പക്ഷേ അതേ സമയം തന്നെ ഇവർ അമ്പലങ്ങൾ തകർത്തത് മതപരമായ ബോധത്തിൽ നിന്നാണ് എന്ന് പറയുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ അത് മാത്രമാണ് അവരെ അതിലേക്ക് പ്രേരിപ്പിച്ചത് എന്നത് ശരിയല്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബനാറസിലെ അമ്പലം തകർക്കുവാൻ കാരണം ശിവാജിയെ സഹായിക്കുവാൻ, ശിവാജിയെ ഔറംഗസേബിൻ്റെ ജയിലിൽ നിന്ന് രക്ഷപ്പെടുവാൻ സഹായിച്ചത് ജയ്സിംഗ് ആണ് എന്ന് പറയുന്ന സംശയത്തിൻ്റെ പേരിലായിരുന്നു. അതിനൊരു പണിഷ്മെൻ്റ് എന്ന നിലയിലാണ് അമ്പലം തകർത്തെന്നൊക്കെയാണ് ചരിത്രകാരന്മാർ വിശദീകരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നു അമ്പലങ്ങൾ തകർക്കുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്നതാളല്ല. പക്ഷേ ഒരു അധികാരി എന്ന നിലയിൽ അധികാരം ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ എതിരാളിയായ റിബലുകൾക്ക് പണിഷ്മെൻ്റ് നൽകുക എന്നൊരു സമീപനം മുൻകാലത്തെ ഹിന്ദു രാജാക്കന്മാരടക്കം സ്വീകരിച്ച സമീപനമായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാമെന്ന് റിച്ചാർഡ് ഈറ്റണും റിച്ചാർഡ് ഡേവിസും വിശദീകരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഔറംഗസേബും അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു പണിഷ്മെൻ്റ് എന്ന നിലയിലും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ റീസണിൻ്റെ ഭാഗമായും അമ്പലങ്ങൾ തകർത്തതായി വിശദീകരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട രസം, ബനാറസിലെ അമ്പലം തകർത്തത് യഥാർത്ഥത്തിൽ ഇതല്ല, മറ്റൊരു കാരണമാണെന്ന് പറയുന്ന ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട്. അതിൽ
ഡോക്ടർ പട്ടാഭി സീതാരാമയ്യ അദ്ദേഹത്തിൻ്റെ 1946 എഴുതിയ ദ ഫെദേഴ്സ് ആൻഡ് ദ സ്റ്റോൺസ് എന്ന് പറയുന്ന രചനയിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഒരു ഔറംഗസേബിൻ്റെ സപ്പോർട്ടോടുകൂടി കുറച്ച് രാജ്ഞിമാർ ഒരു ഭാഗത്തേക്ക് വരികയും ബനാറസിലെ അമ്പലം വിസിറ്റ് ചെയ്യാൻ വരികയും തിരിച്ചു പോകുമ്പോൾ കൊച്ചു ഭാഗത്തുള്ള രാജ്ഞിയെ മിസ്സാവുകയും അവരെ പിന്നീട് അവസാനം അന്വേഷിച്ചു നോക്കുമ്പോൾ കാണാം ആ അമ്പലത്തിലെ പൂജാരി ഈ രാജ്ഞിയെ അടിയിലുള്ള അറയിൽ പൂട്ടിയിടുകയും അവരെ ഉപദ്രവിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി അതിലുള്ള ദേഷ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ആ അമ്പലം തകർത്തതാണ് എന്നൊരു നിരീക്ഷണം പോലും നമുക്ക് മറ്റൊരു വെർഷൻ പോലും നമുക്ക് കാണുവാൻ കഴിയും. അതിൻ്റെ കൂടെ തന്നെ ആ രാജ്ഞിയുടെ തന്നെ ഒരു സപ്പോർട്ടോട് കൂടിയിട്ട് തന്നെയാണ് അവിടെ വിശ്വേശ്വർ ടെമ്പിളിൻ്റെ ഭാഗത്ത് തന്നെ പള്ളി പണിഞ്ഞത് എന്ന് പോലും ഒരു നിരീക്ഷണം കാണാം. ഞാനിതിൽ മറ്റൊരു നിരീക്ഷണം പറയുന്നത് ഇങ്ങനെ പോലും ചരിത്രം അദ്ദേഹം ഈ മതകീയമായ ഒരു താല്പര്യത്തിനേക്കാളും അപ്പുറം അവരുടെ തന്നെ രാജ്ഞിമാരുടെ ഒരു ചാരിത്രമോ അല്ലെങ്കിൽ അഭിമാനം സംരക്ഷിക്കുക, അതിൻ്റെ പേരിൽ പകപൂണ്ട് ആ പൂജാരിയെയും അതുപോലെ തന്നെ അമ്പലം തകർത്ത് കളഞ്ഞതാണ് എന്ന് പറയുന്ന നിരീക്ഷണം പോലും ഉണ്ടാവുന്നത് മറ്റൊരു വായനയ്ക്ക് സാധ്യമാണ് എന്ന് പറയുവാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് സഹായങ്ങളും കൂടിയുണ്ട്. 1659 ബനാറസിൽ നിന്നൊരു വിഭാഗം ഇദ്ദേഹത്തെ കാണുവാൻ വരുന്നു. ആ ഒരു ബ്രാഹ്മണ സമൂഹമാണ്. അവർ വന്നിട്ട് അദ്ദേഹത്തോട് പറയുന്നു, ഞങ്ങൾക്ക് അവിടെ ഞങ്ങളുടെ അമ്പലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കുവാൻ അവിടുത്തെ ആൾക്കാർ സമ്മതിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇദ്ദേഹം തിരിച്ച് ഫർമാൻ അയക്കുന്നുണ്ട്. ആ ഫർമാനിൽ അദ്ദേഹം പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു കാരണവശാലും ഇവരുടെ കാര്യങ്ങളിൽ നിന്നും നടപടികളിൽ നിന്നും തടയാൻ പാടുള്ളതല്ല. ഇനി ആരെങ്കിലും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് നല്ല ശിക്ഷ നാം നൽകുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ആ ഫർമാനിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ആ ഭാഗത്ത് നിങ്ങൾ വേറെ അമ്പലം പണിയരുതെന്ന്. അതെന്ന് വെച്ചാൽ ബനാറസിലേക്ക് മാത്രമുള്ള നിയമമായിരുന്നുവെന്നും അതേ കാലഘട്ടത്തിൽ അതേ സമയത്ത് തന്നെ വ്യത്യസ്ത ഭാഗങ്ങളിൽ അമ്പലം അദ്ദേഹത്തിൻ്റെ സഹായത്താൽ തന്നെ പണിഞ്ഞതായി നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. അതുപോലെ തന്നെ 1661 രാജാ കോച്ച് ബിഹാറിൻ്റെ അക്രമത്തിൻ്റെ ഒരു ശിക്ഷ എന്ന നിലയിൽ അയാൾ മുഗൾ ഭാഗത്തെ ചില ഭാഗങ്ങൾ ആക്രമിച്ചതിൻ്റെ ഭാഗമായി അവിടുത്തെ ചില അമ്പലങ്ങൾ തകർത്തതായി കാണാം. അതുപോലെ തന്നെ ഈ ഗാർഹൺ എന്ന് പറയുന്ന ആസാമിലെ ചില ഭാഗങ്ങൾ അവരെയും തകർത്തതായി കാണുവാൻ കഴിയും. ഞാൻ ഈ അമ്പലങ്ങൾ തകർക്കുന്നതൊക്കെയും ഒരു അധികാരം വ്യാപിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയും പൊളിറ്റിക്കൽ അതോറിറ്റി പ്രഖ്യാപിക്കുക എന്ന ഉദ്ദേശത്തോടും കൂടിയിട്ടുമായിരുന്നു അമ്പലങ്ങൾ തകർത്തുകൊണ്ട് ചില ഭാഗങ്ങളിൽ പള്ളി പണിഞ്ഞതെന്ന് ഹെഗ്വാൾഡും ഇത്രയും പോലുള്ള ആൾക്കാരും റിച്ചാർഡ് ഈറ്റണും റിച്ചാർഡ് ഡേവിഡ്സും ഒക്കെയും വിശദീകരിക്കുന്നത് കാണാം. ഇവരുടെ വിശദീകരണങ്ങൾ ഒരുപക്ഷെ ഇത് എടുത്ത് പറയുന്നത് തന്നെ ഇങ്ങനെയും കൂടി ഒരു വെർഷൻ ആ ഒരു സംഭവത്തിൽ ഉണ്ട് എന്നതുകൊണ്ടാണ്. 1670 മധുരയിലെ ജാട്ടുകൾക്കെതിരെയുള്ള ഒരു യുദ്ധമുണ്ടാകുന്നുണ്ട്. ഇവർ ശക്തമായി അറ്റാക്ക് ചെയ്യുന്ന ഭാഗത്തിൽ അദ്ദേഹം അവരെ പരാജയപ്പെടുത്തുകയും അവരുടെ അമ്പലങ്ങൾ തകർത്ത് കളയുന്നുണ്ട്. അതുപോലെ തന്നെ മാർവാറിലും മേവാറിലും ഇതേ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. ഇവിടെയൊക്കെയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ചരിത്ര വിശദീകരണം അത് BN പാണ്ഡെയുടെ ഔറംഗസേബിനെയും ടിപ്പു സുൽത്താനെയും കുറിച്ചുള്ള ഒരു ബുക്കിൽ വിശദീകരിക്കുന്നതായി ചില ആൾക്കാർ നിരീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഗോൽക്കൊണ്ട മസ്ജിദിൻ്റെ ഭാഗത്ത് ഒരു പള്ളി പൊളിക്കുവാൻ അദ്ദേഹം കൽപ്പിച്ചതായി ചില പരാമർശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അമ്പലം മാത്രമല്ല, പള്ളി പോലും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് ഗോൽക്കൊണ്ട പിടിച്ചെടുത്തതിന് ശേഷം ആ ഭാഗത്തുള്ള അവിടുന്ന് റവന്യൂ അത് ഔറംഗസേബിൻ്റെ ഖജാനയിലേക്ക് ട്രഷറിയിലേക്ക് എത്തേണ്ടതുണ്ടായിരുന്നു. പക്ഷേ അതവർ കൊടുക്കാതെ അവിടുത്തെ ചില ലോക്കൽ ലീഡേഴ്സ് അതവർ കളക്ട് ചെയ്യുകയും ഈ പള്ളിയുടെ അടിയിൽ തന്നെ അവർ കീപ്പ് ചെയ്യുകയും ചെയ്യുന്നത്രേ. എന്നിട്ട് അതിൻ്റെ മുകളിൽ അവർ അമ്പലങ്ങളുടെ താഴെ ട്രഷറി ഖജാനകൾ ഉണ്ടാവുന്നത് പോലെ, ഭണ്ഡാരങ്ങൾ ഉണ്ടാവുന്നത് പോലെ ഈ ഗോൽക്കൊണ്ട ഭാഗത്ത് ചില ആൾക്കാർ ഒരു ഇതേ ട്രഷറി ഉണ്ടാക്കുകയും അതിൻ്റെ മുകളിൽ അത് ആരും കാണൂലല്ലോ, അറിയില്ലല്ലോ എന്ന രീതിയിൽ പള്ളി ഉണ്ടാക്കുകയും ചെയ്തു അത്രേ. ഇത് തെറ്റാണെന്ന് കണ്ടെത്തുകയും അതിന് ശിക്ഷഫലമായി ആ പള്ളിയും പൊളിച്ചു എന്നാണ് ചില ചരിത്രങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആ തരത്തിൽ ഒരു സമീപനം സ്വീകരിച്ച ആളെന്ന നിലയിലാണ് നമുക്ക് ഔറംഗസേബിനെ കാണുവാൻ കഴിയുന്നത്.
ഔറംഗസേബിനെ കുറിച്ച് തന്നെ വിവിധ പഠനങ്ങളുണ്ട്. യൂഷറി ഇൻ മെഡീവൽ ഇന്ത്യ എന്ന് പറയുന്ന ഇർഫാൻ ഹബീബിൻ്റെ രചനയുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജോൺ എഫ് റിച്ചാർഡ്സിൻ്റെ ഹൈദരാബാദും കർണാടകയുമായി ബന്ധപ്പെട്ട സ്റ്റഡികളുണ്ട്. അതുപോലെ തന്നെ ദെക്കാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹം നേരിട്ട ഈ സാമ്രാജ്യത്തിൻ്റെ പ്രതിസന്ധികളെക്കുറിച്ച് ജോൺ എഫ് റിച്ചാർഡ്സിൻ്റെ സ്റ്റഡികൾ നമുക്ക് കാണാം. ഇങ്ങനെയും രചനകളുണ്ട്. അതുപോലെ തന്നെ ആധികാരികമായി എന്ന് നമുക്ക് പ്രധാനമായി എടുത്തു പറയാൻ പറ്റുന്ന സാദി മുസ്തദ് ഖാൻ്റെ മാസിറെ ആലംകീരി എന്ന് പറയുന്ന രചന. അതുപോലെ തന്നെ ഔറംഗസേബിൻ്റെ ലെറ്ററുകളുടെ കളക്ഷനായിരുന്ന റുക്കാത്തെ ആലംകീരി, അത് നമുക്കിപ്പോഴും ലഭിക്കും. അതുപോലെ തന്നെ ഔറംഗസേബിൻ്റെ തന്നെ മറ്റൊരു ലെറ്റേഴ്സിൻ്റെ കളക്ഷനാണ് അദബെ ആലംകീരി. അതുപോലെ തന്നെ മുൻതഹാബുൽ ലുബാബ് എന്ന് പറയുന്ന മുഹമ്മദ് ഖാഷിം ഖാഫി ഖാൻ എഴുതിയ രചന, ഔറംഗസേബിൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ വിശദീകരിക്കുന്ന ബുക്കാണത്. ഈശ്വർദാസ് എഴുതിയ ഫുതുഹാത്തെ ആലംകീരി, ആലംകീറിൻ്റെ സൈനിക നടപടികളെക്കുറിച്ച് എഴുതിയ രചനയാണത്. അഹ്കാമെ ആലംകീരി എന്നറിയപ്പെട്ട ഹമീദുദ്ദീൻ ബഹാദൂർ എഴുതിയ രചന, അത് അനഡോക്സ് ഓഫ് ഔറംഗസേബ് എന്ന നിലയിൽ പിന്നീട് അത് പബ്ലിഷ് ചെയ്തിരുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സർ ജാദ്നാഥ് സർക്കാർ തന്നെയാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ആ രചനയും നമുക്കിതിനെ ആധികാരികമായി തന്നെ സമീപിക്കാൻ പറ്റുന്ന രചനകളാണ്. അതുപോലെ തന്നെ ആധുനിക പണ്ഡിതയായ ഇന്ത്യൻ മുഗൾ ഹിസ്റ്ററി, ഇന്ത്യൻ സൽത്തനത്തിനെ കുറിച്ച് പഠിച്ച ആളാണ് ആഡ്രെ തുഷ്കിയുടെ ഔറംഗസേബ് ദ മാൻ ആൻഡ് മിത്ത്. അതുപോലെ തന്നെ അവരുടെ തന്നെ ഔറംഗസേബ് ദ ലൈഫ് ആൻഡ് ലീഗസി ഓഫ് ഇന്ത്യാസ് മോസ്റ്റ് കോൺട്രവേഴ്ഷ്യൽ കിങ് എന്ന് പറയുന്ന രചന. അതുപോലെ തന്നെ അഥർ അലിയുടെ ദ മുഗൾ നോബിലിറ്റി അണ്ടർ ഔറംഗസേബ്, ആഖിൽ റസീ ഖാൻ്റെ വാഖിയാത്തെ ആലംകീരി ഞാൻ നേരത്തെ പരാമർശിച്ചിരുന്നു. അതുപോലെ തന്നെ സാഹിറുദ്ദീൻ ഫാറൂഖിൻ്റെ ഔറംഗസേബ് ആൻഡ് ഹിസ് ടൈംസ്. ഈ രചനകളെല്ലാം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ തന്നെ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ എന്ന നിലയിലോ അല്ലെങ്കിൽ എല്ലാ ചരിത്രകാരന്മാരും പരാമർശിക്കുന്ന അവലംബിക്കുന്ന രചനകളാണ്. ഈ രചനകളിലൂടെ കടന്നു പോയാൽ ഇന്ന് നമ്മൾ കാണുന്നതിനേക്കാളും വ്യത്യസ്തമായ ഒരു ഔറംഗസേബിൻ്റെ ചരിത്രം നമുക്ക് കാണുവാൻ കഴിയും. ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരാളെന്ന നിലയിലും അതുപോലെ തന്നെ വില്ലനായിക്കപ്പെട്ട ഒരാളെന്ന നിലയിലേക്കാളും അപ്പുറം മറ്റൊരു മുഖം നമുക്ക് കാണുവാൻ കഴിയും. ഔറംഗസേബിൻ്റെ കാലത്തിൽ അതിക്രമം ഉണ്ടായിട്ടുണ്ട്, അമ്പലങ്ങൾ പൊളിച്ചിട്ടുണ്ട്. ന്യായീകരിക്കുവാൻ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ റീസൺസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിന്ന് ന്യായീകരിക്കാൻ കഴിയില്ല. എന്നാൽ പോലും ആ കാലഘട്ടത്തിൽ അദ്ദേഹം എന്തുകൊണ്ട് ആ സമീപനം സ്വീകരിച്ചു എന്ന് പറയാൻ ന്യായീകരണങ്ങൾ അന്ന് തന്നെ ഉണ്ട് എന്നുള്ളതാണ് സതീഷ് ചന്ദ്ര അടക്കമുള്ള, ആഡ്രെ തുഷ്കി അടക്കമുള്ള അല്ലെങ്കിൽ നിരവധി പണ്ഡിതന്മാർ, ഞാൻ പരാമർശിച്ച നിരവധി ചരിത്രകാരന്മാരുടെ രചനകൾ കൂടി നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ ഒരു ഇമേജാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഔറംഗസേബിനെ കുറിച്ച് ഉണ്ടാവേണ്ടത്. ഒരുപാട് കൊലപാതകങ്ങളുടെയും അതിക്രമങ്ങളുടെയും ഒരു നെടുനായകത്വം വഹിക്കുന്ന ഒരാളിനേക്കാളും അപ്പുറം മറ്റൊരു ഇമേജും കൂടി ഔറംഗസേബിൻ്റെ ജീവിതത്തിൽ ഉണ്ട് എന്നും അത് ചരിത്ര രചനകളിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയുമെന്നുമുള്ള ധാരണ ഉണ്ടാവേണ്ടത് അനിവാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.